2021 റിലീസായ അത്യാവശ്യം നല്ല പോപ്പുലർ ആയിട്ടുള്ള ഒരു ഗംഭീര തമിഴ് സിനിമയാണിത്. തിട്ടം വിരണ്ട്. സിനിമയുടെ നല്ല ഗംഭീര ട്വിസ്റ്റ് അത് അങ്ങനെയൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത വിധം അടിപൊളിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് സൂചിപ്പിക്കുന്ന രീതിയിൽ അവിടെ ഇവിടെയായിട്ട് കുറേ ഹിന്റുകൾ സിനിമയിൽ പലയിടത്തും പറയുന്നുണ്ടെങ്കിലും നമുക്കിത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. വൺ ഓഫ് ദ ബെസ്റ്റ് തമിഴ് മൂവി എന്ന് നിസ്സംശയം പറയാൻ പറ്റുന്ന സിനിമയാണ്. സമയത്തിന് വർത്താണ്. താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാം. നമുക്കിവിടെ വളരെ കുറച്ച് സമയം കൊണ്ട് സിനിമയുടെ കഥയും എക്സ്പ്ലനേഷനും ഒക്കെ കേട്ട് മനസ്സിലാക്കാം. ഈ പുള്ളിക്കാരിയാണ് നമ്മുടെ കഥാനായിക ആതിര. ഇൻസ്പെക്ടറാണ്. ആളൊരു യാത്ര പോകാൻ ബസ്സിൽ കയറി ബുക്ക് ചെയ്ത സീറ്റ് നോക്കി ചെല്ലുമ്പോൾ ഇവളുടെ സീറ്റിന് തൊട്ടടുത്ത സീറ്റിൽ ഒരു പുള്ളിക്കാരൻ ഇരിക്കുന്നുണ്ട്. ആതിര ഇത് തന്റെ സീറ്റാണെന്ന് പറഞ്ഞപ്പോൾ ആ പുള്ളിക്കാരൻ അവന്റെ സീറ്റ് നമ്പർ L9 ആണ്. ആതിരയുടെ തൊട്ടടുത്ത സീറ്റ് അവളുടെ സീറ്റ് നമ്പർ L8 ആണ്. ഈ പുള്ളിക്കാരൻ ഒരാഴ്ച മുമ്പേ സീറ്റ് ബുക്ക് ചെയ്തതാണ്. ആതിരയ്ക്ക് അവളുടെ സുഹൃത്ത് 2 ദിവസം മുമ്പാണ് ബുക്ക് ചെയ്ത് കൊടുക്കുന്നത്. L9 ബുക്ക് ചെയ്തിരിക്കുന്നത് ഒരു മെയിലാണെന്ന് ബുക്കിംഗ് സൈറ്റിൽ മെൻഷൻ ചെയ്തിരുന്നെങ്കിലും അവരത് ശ്രദ്ധിച്ചില്ല. ഇപ്പൊ ആണെങ്കിൽ ബസ്സിലെ ഓൾമോസ്റ്റ് എല്ലാ സീറ്റും ഫിൽഡ് ആണ്. സീറ്റ് മാറാനൊന്നും പറ്റില്ല. ഒരു രാത്രി മുഴുവൻ ആരെന്ന് പോലും പറയാത്ത ഒരാണിന്റെ കൂടെ അവന്റെ അടുത്തിരുന്ന് യാത്ര ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ആതിരയ്ക്ക് അത് കുറച്ച് അൺകംഫർട്ടബിൾ ആവുന്നുണ്ട്. ഉടനെ ഇവളുടെ സാഹചര്യം മനസ്സിലാക്കി L9 ഇരുന്ന പുള്ളിക്കാരൻ നിങ്ങളൊരു കാര്യം ചെയ്യ്, അവിടെ പോയിരുന്നു, ഞാനിവിടെ ഫ്രണ്ടിൽ ഇരുന്നോളാം. ഇദ്ദേഹത്തിന് അതൊരു ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കി ആതിര അത് വേണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും അവനാവട്ടെ അവന് യാതൊരു ബുദ്ധിമുട്ടുമില്ല, അവൻ ഇവിടെ ഇരുന്നോളാം, ഇവിടെ ഫ്രണ്ടിൽ ഇരുന്നോളാം. ആതിര അവളുടെ സീറ്റിൽ പോയിരുന്നോളാം പറഞ്ഞു. യാത്ര തുടങ്ങി. കുറേ ദൂരം മുന്നോട്ട് ചെന്നപ്പോൾ ആതിരയ്ക്ക് ഒരുമാതിരി ഗിൽറ്റ് ഫീൽ. ഇവള് കാരണം മറ്റൊരാൾ ബുദ്ധിമുട്ടുന്നു എന്നുള്ള ഒരു ഇത് കാരണേ പിന്നെ അവനെ കണ്ടിട്ട് പ്രശ്നക്കാരനായിട്ടൊന്നും തോന്നുന്നില്ല. ഒരു പാവത്തെ പോലെ ഉണ്ട്. അതുകൊണ്ട് ആളോട് ഇന്ന് സംസാരിച്ച് രണ്ടാൾക്കും ഒരുമിച്ച് L8ലും L9ലും യാത്ര ചെയ്യാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ബസ് മുന്നോട്ട് പോകവേ രണ്ടാളും തമ്മിൽ പരിചയപ്പെട്ടു. ഇവന്റെ പേര് അർജുൻ. അർജുൻ ഭയങ്കര ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തി. സില്ലി കാര്യങ്ങൾ പറഞ്ഞിട്ടാണെങ്കിലും അവൻ പെട്ടെന്ന് പുള്ളിക്കാരെ കംഫർട്ടബിൾ ആക്കുന്നുണ്ട്. ഒരു സ്ട്രേഞ്ചറിന്റെ കൂടെ യാത്ര ചെയ്യുന്നു എന്നുള്ള ആ ഒരു അൺകംഫർട്ടബിൾ സ്റ്റേജ് പെട്ടെന്ന് മാറ്റിയെടുത്തു. അർജുന്റെ വളരെ സമാധാനത്തോടെയുള്ള സംസാരവും നൈസ് ചിരിയും ആകെ മൊത്തത്തിൽ പുള്ളിക്കാരി അങ്ങ് ഇഷ്ടപ്പെടുന്നുണ്ട്. ക്രഷായി. ചെക്കനെ അവർക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. തീർത്തും സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഒരാളെ പരിചയപ്പെട്ട് വളരെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഐസ് ബ്രേക്ക് ആയി നല്ല രീതിയിൽ ആ വ്യക്തിയോട് ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റുക. പിന്നെ യാത്രക്കിടയിൽ ഉണ്ടാവുന്ന ചില ബ്യൂട്ടിഫുൾ മൊമെന്റ്സ്. നമ്മളിൽ പലർക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. തീർത്തും അൺഎക്സ്പെക്ടഡ് ആയിട്ട് നിൽക്കുന്ന മൊമെന്റിൽ പരിചയപ്പെട്ടിട്ടുള്ള സ്ട്രേഞ്ചേഴ്സ് പിന്നെ നമുക്ക് ഭയങ്കര ക്ലോസ് ആയി മാറിയിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ. ബെസ്റ്റ് ഫ്രണ്ട് ആയതും അതിന് മേലെ പോയതും പലരുടെയും ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടാവും. എനിക്കുമുണ്ട്. ദെൻ പുലരി. അടുത്ത പുലരി. ആതിരെ എണീറ്റപ്പോഴേക്കും അർജുൻ പോയിരുന്നു. ജസ്റ്റ് അവിടെ ഒരു താങ്ക്സ് നോട്ട് മാത്രം എഴുതി വെച്ചിരുന്നു. നല്ലൊരു വ്യക്തിയെ പരിചയപ്പെടാൻ പറ്റിയിട്ട് അന്ന് തന്നെ അവരെ മിസ്സാവുക പറഞ്ഞ ഒരു മാതിരി വല്ലാത്ത അവസ്ഥയല്ലേ. അർജുന്റെ ആ ഒരു ജെന്യൂനിറ്റിയും അവൻ സംസാരിക്കുന്ന രീതിയും ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ട ആതിരെ എന്ത് ചെയ്തെന്നോ ബസ് കണ്ടക്ടറുടെ അടുത്തുനിന്ന് അർജുന്റെ നമ്പർ വാങ്ങുന്നുണ്ട്. L9ലെ പാസഞ്ചർ അദ്ദേഹത്തിന്റെ പേഴ്സ് മറന്നു വെച്ചിട്ടാണ് പോയത്. അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ പേഴ്സ് കൊടുത്തേക്കാം, ഇവളൊരു പോലീസുകാരിയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്പർ വാങ്ങുന്നത്. ദെൻ പിന്നീട് ഒരു ദിവസം നമ്മുടെ ആതിര സ്റ്റേഷനിലെത്തിയപ്പോൾ നമ്മുടെ അർജുൻ അവിടെ ഉണ്ട്. എന്താ ഇവിടെ? അവനവിടെ ഒരുമാതിരി ഷോക്കൊക്കെ അടിച്ച് അത് പിന്നെ ബൈക്ക് മോഷ്ടിച്ചു, അങ്ങനെ പിടിക്കപ്പെട്ടു. കേട്ടതും ആതിര അങ്ങ് സ്റ്റക്കായി പോയി. ഇവനൊരു കള്ളനായിരുന്നോ? ഉടനെ നമ്മുടെ അർജുൻ ചിരിച്ചിട്ട് ഇല്ലില്ല, ഞാൻ വെറുതെ പറഞ്ഞ, ആക്ച്വലി അവനൊരു ആക്ടറാണ്. അടുത്ത വർക്കിൽ അവനൊരു പോലീസുകാരനായിട്ടാണ് ആക്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് പോലീസുകാരുടെ രീതിയും കാര്യങ്ങളൊക്കെ പഠിക്കാൻ അവരെ ക്ലോസ് ആയിട്ട് നിരീക്ഷിക്കാൻ പെർമിഷൻ കിട്ടുമെന്ന് ചോദിച്ചു വന്നതാണെന്ന്. SIയോട് ചോദിച്ചപ്പോൾ ഇൻസ്പെക്ടറോട് പെർമിഷൻ ചോദിക്കണമെന്ന് പറഞ്ഞു. ഇൻസ്പെക്ടർ നമ്മുടെ ആതിരയാണല്ലോ. ഒറ്റ രാത്രി കൂടെ യാത്ര ചെയ്ത പരിചയമേ ഉള്ളെങ്കിലും ഇവൾക്ക് അർജുനെ നല്ല മതിപ്പാണല്ലോ. അതുകൊണ്ട് തന്നെ അവൻ ആവശ്യപ്പെടുന്ന പോലെ ആ ഒരു പെർമിഷനൊക്കെ കൊടുക്കുന്നുണ്ട്. അർജുനെ ആദ്യം കണ്ടപ്പോൾ തന്നെ ആതിരയ്ക്ക് പുള്ളിക്കാരനെ ഫെമിലിയർ ആയിട്ട് ഫീൽ ചെയ്തു. വേറെ ഏതെങ്കിലും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സിനിമയൊന്നുമല്ല, കുറച്ച് യൂട്യൂബ് വീഡിയോസിലൊക്കെ ഞാൻ ഫേസ് കാണിച്ചിട്ടുണ്ട്, എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടാവും. പിന്നെ അങ്ങോട്ട് അടുത്ത ഒരാഴ്ചത്തേക്ക് പോലീസുകാരെ പറ്റി പഠിക്കാനും മനസ്സിലാക്കാനും വേണ്ടി അർജുൻ സ്റ്റേഷനിലുണ്ട്. ആതിരയ്ക്ക് അവനോടുള്ള ഇഷ്ടം ഇങ്ങനെ കൂടി വന്നുകൊണ്ടിരിക്കുക. ലുക്ക് എപ്പോഴും അങ്ങോട്ടായിരിക്കും. പുള്ളിക്കാരി കട്ട സീരിയസ് ആയെന്നേ. ഇനി മാട്രിമോണിയിൽ നോക്കി ആരെയും കൊണ്ട് വരണ്ടാന്ന് ഇവളുടെ അമ്മയെ വിളിച്ച് പറയുന്നുണ്ട്. ഇതിനിടെ ഇവർ രണ്ടാളും ഒരു റെസ്റ്റോറൻറ്റ് ഇരിക്കുമ്പോൾ നേരത്തെ നമ്മുടെ ആതിര ആ ബസ്സിലെ കണ്ടക്ടറോട് കള്ളത്തരം പറഞ്ഞ് ഇവന്റെ നമ്പർ വാങ്ങിയിരുന്നു എന്നുള്ള കാര്യമൊക്കെ അർജുൻ മനസ്സിലാക്കുന്നുണ്ട്. അന്നേരം അവിടെ റെസ്റ്റോറൻറ്റിൽ വന്ന കണ്ടക്ടർ ഉള്ള കാര്യം മൊത്തം തുറന്നു പറഞ്ഞിട്ടാണ് പോകുന്നത്. അങ്ങനെ ആതിരയ്ക്ക് തന്നെ ഇഷ്ടമാണെന്നുള്ള കാര്യം അർജുനും മനസ്സിലാക്കി. ഇങ്ങനെയൊക്കെ ഇവരുടെ കാര്യങ്ങൾ ഒരു സൈഡിൽ ഇങ്ങനെ നടക്കുന്നു. ഇതിനിടെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കേസ് വരുന്നത്. ഈ കേസിന് നമ്മുടെ ആതിരയുടെ ലൈഫുമായി വലിയൊരു ബന്ധമുണ്ട്. ആതിരയ്ക്ക് 6 വയസ്സുള്ള സമയത്ത് ഇവൾക്ക് കിട്ടിയ ഇവളുടെ ഒരു ഫ്രണ്ടാണ്, ഇവളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് സൂര്യ, ദീപസൂര്യ. വളരെ ചെറുപ്പം മുതലേ ഉറ്റ സുഹൃത്തുക്കളായി വളർന്നു വന്ന 2 പേർ, ആതിരയും സൂര്യയും. ഒരുമിച്ച് ഒരേ സ്കൂളിൽ ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ച സുഹൃത്തുക്കൾ. പഠനമൊക്കെ പൂർത്തിയാക്കി ദീപസൂര്യയുടെ കല്യാണം കഴിഞ്ഞു. കുംഭകോണത്തുള്ള ഡോക്ടർ കിഷോർ ശങ്കർ എന്നൊരു വ്യക്തിയാണ് അവളെ വിവാഹം ചെയ്തത്. സൂര്യയുടെ വിവാഹത്തിന് ശേഷം ആതിരയുമായിട്ട് പഴയ ഒരു കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല. വിവാഹത്തിന് മുമ്പ് അത്രയും ക്ലോസ് ആയിരുന്ന ഇരുവരുടെയും ലൈഫിലെ ഇരുവരുടെയും ബന്ധത്തിൽ സൂര്യയുടെ വിവാഹശേഷം വലിയൊരു ഗ്യാപ്പ് വന്നു. പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതാവുമ്പോൾ ഏതൊരു ബന്ധമാണെങ്കിലും ആടി ഉലഞ്ഞു പോകുമല്ലോ. അതൊക്കെ തന്നെയാണ് ഇവർക്കിടയിലും സംഭവിച്ചത്. ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സൂര്യയെ കാണാനില്ല. സൂര്യയുടെ ഹസ്ബൻഡ് കിഷോർ അദ്ദേഹത്തിന്റെ ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഡൽഹി വരെ പോയിരുന്നു. പോയ അന്ന് മുതൽ ഇന്നിപ്പോൾ 4 ദിവസമായി. ഈ 4 ദിവസമായിട്ടും സൂര്യയെ കോൺടാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഫോൺ വിളിച്ചിട്ട് കിട്ടാത്തപ്പോൾ നെയ്ബേഴ്സിന്റെ അടുത്ത് സൂര്യ വീട്ടിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ ആവശ്യപ്പെട്ടു. അവർ വന്ന് നോക്കിയപ്പോൾ സൂര്യയും വീട്ടിലില്ല, വീട് പൂട്ടിയിട്ടിരിക്കുന്നു, കാറും ഇല്ലെന്ന് പറഞ്ഞു. കിഷോറിനോട് പോലും പറയാതെ സൂര്യ കാറും എടുത്ത് എങ്ങോട്ട് പോയിരിക്കാം? ഇത്രയും നാളത്തെ ജീവിതത്തിൽ സൂര്യയും കിഷോറും തമ്മിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നവുമില്ല. രണ്ടുപേരും എല്ലാ കാര്യത്തിലും മ്യൂച്വലി അണ്ടർസ്റ്റാൻഡ് ചെയ്ത് മുന്നോട്ട് പോകുന്നവരാണ്. എന്ത് കാര്യമാണെങ്കിലും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഷെയർ ചെയ്യുമായിരുന്നു എന്നൊക്കെയാണ് കിഷോർ പറയുന്നത്. ഇതിപ്പോൾ സൂര്യയെ പറ്റി യാതൊരു വിവരവുമില്ല. അവളെ
കോൺടാക്ട് ചെയ്യാൻ ഒരു മാർഗ്ഗവുമില്ല. ഏതാ സംഭവിച്ചിരിക്കുന്നതെന്നറിയാതെ ഇവരൊക്കെ അങ്ങ് കൺഫ്യൂസ്ഡ് ആയി. തുടർന്ന് അങ്ങോട്ട് സൂര്യ പോയിരിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലെ CCTV വിഷ്വൽസ്, അവളുടെ ഫോൺ, ഇവരുടെ കാർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. സൂര്യയെ പറ്റി അവളുടെ വീട്ടിൽ വിളിച്ച് അന്വേഷിച്ചപ്പോൾ അവളുടെ വീട്ടുകാരുമായിട്ട് ഇപ്പോൾ അവൾക്ക് വലിയ ബന്ധമൊന്നുമില്ലെന്നാണ് പുള്ളിക്കാരുടെ അമ്മ പറയുന്നത്. മെയിൻ കാര്യം സൂര്യയുടെ വീട്ടുകാർ കുറച്ച് ഓൾഡ് ടൈപ്പാണ്, കുറച്ചധികം ഓൾഡ് ടൈപ്പാണ്. സൂര്യയുടെ ഇഷ്ടങ്ങൾക്കൊന്നും അവളെ വിടാതെ അവളെ അടച്ചിട്ട് വളർത്തി അങ്ങനെ ഒരു സെറ്റപ്പ് ആയിരുന്നു. പണ്ട് തൊട്ടേ സൂര്യക്ക് മോഡലിങ്ങിലൊക്കെ ഇഷ്ടമുണ്ടായിരുന്നു. കല്യാണത്തിന് ശേഷം അവളുടെ ഹസ്ബൻഡ് അവളുടെ ഇഷ്ടം അനുസരിച്ച് മോഡലിംഗ് ഒക്കെ ചെയ്തു എന്ന് പറഞ്ഞത് വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഹസ്ബൻഡ് പെർമിഷൻ കൊടുത്തിട്ടും തനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ തന്റെ വീട്ടുകാർ സമ്മതിക്കുന്നില്ല, അമ്മയൊന്നും സമ്മതിക്കുന്നില്ല എന്നുള്ള അവസ്ഥ വന്നതോടെ സൂര്യ വീട്ടുകാരുമായിട്ടുള്ള കോൺടാക്ട് അങ്ങ് നിർത്തി. പിന്നെ ഇവരുമായിട്ടും വലിയ ബന്ധമൊന്നുമില്ല. ഉറ്റ സുഹൃത്തായിരുന്ന ആതിരയോടും വലിയ കോൺടാക്ട് ഇല്ല, സ്വന്തം വീട്ടുകാരോടും വലിയ കോൺടാക്ട് ഇല്ല. സൂര്യയും പുള്ളിക്കാരുടെ ഹസ്ബൻഡ് കിഷോറും അവരുടെ ആ ഒരു ഫാമിലി അങ്ങനെ അവർ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുമായിരുന്നു. കിഷോറിന്റെയും സൂര്യയുടെയും നെയ്ബേഴ്സിനടുത്തൊക്കെ കാര്യങ്ങൾ തിരക്കുമ്പോൾ പലരും നമ്മുടെ സൂര്യനെ കണ്ടിട്ടുണ്ട്, കൂടി പോയാൽ 1-2 തവണ സംസാരിച്ചിട്ടുണ്ട്. അവൾ അധികം അങ്ങനെ ആരോടും അടുക്കുന്ന ഒരു ടൈപ്പ് ആയിരുന്നില്ല. കിഷോറുമായിട്ട് മാത്രമേ നെയ്ബേഴ്സിനൊക്കെ ആ ഒരു ബന്ധമുള്ളൂ. സൂര്യയുമായിട്ട് അങ്ങനെ ഒരു ബന്ധമില്ലായിരുന്നു, ആ ഒരു സൗഹൃദമൊന്നും ഇല്ലായിരുന്നു എന്നാണ് പലരും പറയുന്നത്. ഇൻസ്പെക്ടർ ആതിരയ്ക്ക് ഈ കേസ് പേഴ്സണൽ ആണല്ലോ. പണ്ട് ഇവരുടെ ചെറുപ്പത്തിൽ ആതിര വെള്ളത്തിൽ വീണുപോയ സമയത്ത് നീന്തൽ അറിയാഞ്ഞിട്ട് കൂടി സൂര്യയും എടുത്ത് വെള്ളത്തിൽ ചാടി. അടുത്തുണ്ടായിരുന്ന ആളുകൾ അതുകൊണ്ട് ഓടി വന്ന് രണ്ടുപേരെയും രക്ഷപ്പെടുത്തുമായിരുന്നു. തനിക്ക് നീന്തൽ അറിയില്ലെന്ന് വ്യക്തമായ ബോധമുണ്ടായിട്ടും സൂര്യ ആതിരയെ രക്ഷിക്കാൻ വേണ്ടി വെള്ളത്തിൽ ചാടിയതൊക്കെ, അവൾക്ക് വേണ്ടി അത്രയും എഫേർട്ട് ഇട്ടതൊക്കെ ഇപ്പോൾ ആതിര ഇങ്ങനെ ഓർക്കുന്നുണ്ട്. ദെൻ അന്വേഷണം പുരോഗമിക്കവേ ഇവർക്ക് കളക്ട് ചെയ്യാൻ പറ്റിയ CCTV വിഷ്വൽസ് ഒക്കെ പരിശോധിക്കുന്നു. വിഷ്വലിൽ ഒരു സ്പെഷ്യലി ഏബിൾഡ് പേഴ്സൺ, കാലിന് വയ്യാത്തൊരു പേഴ്സൺ 4-വീലർ സ്കൂട്ടിയിൽ പലതവണ ഏതാണ്ട് 30-ലധികം തവണ ഇതേ ഏരിയയിലൂടെ പാസ് ചെയ്തിരിക്കുന്നത് കാണാം. 4 ദിവസം 30-ലേറെ തവണ ഈ വാഹനം അതുവഴി പാസ് ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പോ അതിന് ശേഷമുള്ള ഡേറ്റുകളിലോ വണ്ടിയും അങ്ങനെ ഒരാളെയും അവിടെ കാണാനില്ല. ഇയാൾ ഇങ്ങനെ ആ 4 ദിവസം അവിടെ ചുറ്റിത്തിരിയണമെന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി നമ്മുടെ സൂര്യയെ കാണാതായ ആ ദിവസങ്ങളിൽ അവിടെ ചുറ്റിത്തിരിയണമെന്നുണ്ടെങ്കിൽ ഇയാൾക്ക് അതുമായിട്ട് എന്തോ ബന്ധമുണ്ടെന്നല്ലേ അർത്ഥം. ഇക്കാര്യങ്ങളൊക്കെ നമ്മുടെ കിഷോറിന് കാണിച്ചു കൊടുത്ത് അവനോട് ഈ വാഹനം എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൻ ഒരു ഐഡിയ ഇല്ല. സൂര്യക്ക് മോഡലിംഗിലൊക്കെ താല്പര്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ കിഷോർ അതിനെ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്തിരുന്നു. ഈവൻ സൂര്യയുടെ ഫാമിലി അതൊന്നും വേണ്ട, അതൊന്നും കുടുംബത്തിൽ പിറന്നവർക്ക് ചേർന്ന പണിയല്ല എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഇവൻ പൂർണ്ണമായി അവളെ സപ്പോർട്ട് ചെയ്ത് അവളുടെ ആഗ്രഹത്തിനനുസരിച്ച് അവളെ വിട്ടിരുന്നു. കിഷോറിന്റെ പാസ്റ്റ് റിലേഷനെ പറ്റിയും നമ്മുടെ ആതിര ചോദിക്കുന്നുണ്ട്. ഇവന്റെ കോളേജ് ടൈമിൽ പല്ലവി എന്നൊരു നോർത്ത് ഇന്ത്യക്കാരി കുട്ടിയെ ഇവൻ പ്രേമിച്ചിരുന്നു. അവരുടെ ഫാമിലി ഒട്ടും സപ്പോർട്ട് ചെയ്തില്ല, അതുകൊണ്ട് തന്നെ ആ ബന്ധം നടന്നില്ല. കിഷോർ സൂര്യയെ വിവാഹം ചെയ്യുന്നതിന് ഏതാണ്ട് 1 വർഷം മുമ്പാണ് ഇവൻ പല്ലവിയെ ലാസ്റ്റായിട്ട് കോൺടാക്ട് ചെയ്തതെന്നും പറയുന്നുണ്ട്. അതിനുശേഷം ഒരു കോൺടാക്റ്റും ഇല്ലത്രേ. ഇതെല്ലാം ചോദിച്ച് മനസ്സിലാക്കി ആതിര അവിടുന്ന് പോയി കഴിഞ്ഞ് നമ്മുടെ കിഷോർ അടുത്ത റൂമിൽ കയറി അവിടെ ഫാനിന് മുകളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു ഫോൺ എടുത്ത് ആരെയോ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ ഇങ്ങോട്ട് വിളിക്കരുതെന്ന്. അവരുടെ കോൾസ് ഒക്കെ ട്രാക്ക് ചെയ്യുന്നുണ്ടാവാം, കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്യും എന്നാണ് ഇവൻ ആരോടോ ഫോണിൽ സംസാരിക്കുന്നത്. തുടക്കം മുതലേ ഇവനെ ഒരു ഡൗട്ട് ഉണ്ട്, ഇവൻ എന്തൊക്കെയോ ഒളിപ്പിച്ചു വെക്കുന്നുണ്ട്. സൂര്യയെ കാണാതായതിന് പുറകിൽ ഇവൻ തന്നെയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ആതിരയ്ക്കും കിഷോറിനെ നല്ല സംശയമുണ്ട്. കിഷോറിന് ഇപ്പോഴും അവന്റെ എക്സ് പല്ലവിയുമായിട്ട് കോൺടാക്ട് ഉണ്ടോ എന്ന് അറിയാനായിട്ട് ഇവരുടെ രണ്ടാളുടെയും കോൾ ഹിസ്റ്ററി ചെക്ക് ചെയ്യാനും പറയുന്നുണ്ട്. തുടർന്ന് അങ്ങോട്ടുള്ള അന്വേഷണത്തിൽ ഇവർക്ക് കത്തിക്കരിഞ്ഞ സൂര്യയുടെ കാറും അതിനുള്ളിൽ സൂര്യയുടെ ഡെഡ് ബോഡിയും കണ്ടെത്താൻ സാധിച്ചു. മിസ്സിംഗ് കേസ് മർഡർ കേസായി മാറി. ഇതൊരു കൊലപാതകമാണെന്ന് ആദ്യം തന്നെ നമ്മുടെ ഹീറോയിൻ മനസ്സിലാക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒരു ആക്സിഡന്റ് ആണെന്നുണ്ടെങ്കിൽ കാർ ഇങ്ങനെ ഇടിച്ചു കയറുമ്പോൾ കാറിലെ എയർ ബാഗ് ഓപ്പൺ ആവണമല്ലോ. എന്നാൽ ഇവിടെ കാർ ഇടിച്ചു കയറിയിട്ടുണ്ട്, തീ കത്തിയിട്ടുണ്ട്, എയർ ബാഗ് ഓപ്പൺ ആയിട്ടില്ല. കൂടാതെ ഇങ്ങനെ മൊത്തത്തിൽ കത്തി നശിക്കാനും മാത്രമുള്ള ഇടി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞതൊരു 60 കിലോമീറ്റർ സ്പീഡിലെങ്കിലും സഞ്ചരിക്കണ്ടേ. മിനിമം 3rd ഗിയറിലെങ്കിലും ആണെങ്കിൽ ഇതൊരു ആക്സിഡന്റ് ആണെന്ന് പറയായിരുന്നു. എന്നാൽ ഇവിടെ കാർ ന്യൂട്രലാണ്, ഏതാണ്ട് പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഏരിയ, ഇറക്കവും കയറ്റവും ഒന്നും അധികം ഇല്ല. എങ്ങനെ പോയാലും 60 കിലോമീറ്റർ സ്പീഡ് ന്യൂട്രലിൽ പോകാൻ പറ്റാത്തൊരു ഏരിയയിൽ ഇങ്ങനെ ഇടിച്ചു കയറി കാർ മുഴുവൻ തീ പിടിച്ച് കത്തി നശിച്ച് ആൾ മരിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു കൊലപാതകം തന്നെയാണെന്ന് നിങ്ങൾ ഉറപ്പിക്കുകയാണ്. കിഷോറും കിഷോറിന്റെ എക്സ് പല്ലവിയും റീസെന്റ് ടൈംസിൽ എപ്പോഴെങ്കിലും കോൺടാക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്തപ്പോൾ ഇല്ല, അവർ തമ്മിൽ അങ്ങനെയുള്ള കോൺടാക്ട് ഒന്നും നടന്നിട്ടില്ല. ഇനിയിപ്പോൾ സംശയിക്കേണ്ടത് ഇവർ നേരത്തെ നോട്ടീസ് ചെയ്ത ഒരു സ്പെഷ്യലി ഏബിൾഡ് പേഴ്സണെയാണ്. അങ്ങേര് യൂസ് ചെയ്ത ഒരു 4-വീലർ സ്കൂട്ടറിന്റെ നമ്പർ പ്ലേറ്റും ഫേക്ക് ആണ്. എത്രയും വേഗം അയാളെ കണ്ടുപിടിക്കണം. പിന്നെ കാറിൽ നിന്ന് കണ്ടെത്താൻ പറ്റുന്ന മാക്സിമം ഡീറ്റെയിൽസ്, മാക്സിമം തെളിവുകൾ, ഫോറൻസിക് തെളിവുകളൊക്കെ എത്രയും വേഗം സംഘടിപ്പിക്കാനും പറഞ്ഞു. തന്റെ ഒറ്റ സുഹൃത്തിന്റെ കൊലപാതകത്തോടെ ആതിരയും ഒരുമാതിരി വല്ലാത്ത അവസ്ഥയിലേക്കാവുന്നുണ്ട്. ഇത് മനസ്സിലാക്കി നമ്മുടെ അർജുൻ അവൾക്ക് ഫുഡൊക്കെ വാങ്ങി കൊടുക്കുന്നുണ്ട്. ഇവളുടെ ഈ സിറ്റുവേഷനൊക്കെ മനസ്സിലാക്കി അവൾക്ക് വേണ്ട കാര്യങ്ങൾ കൃത്യമായി അവൻ ചെയ്തു കൊടുക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ദെൻ ഫോറൻസിക് റിപ്പോർട്ട് വന്നപ്പോൾ കാറിൽ നിന്ന് ഫിംഗർ പ്രിന്റ് ഒന്നും കിട്ടിയില്ലെങ്കിലും കാറിലെ നമ്പർ പ്ലേറ്റ് ജസ്റ്റ് ഇങ്ങനെ പൊട്ടി താഴെ വീണ് കിടന്നതുകൊണ്ട് അതിൽ നിന്ന് ഫിംഗർ പ്രിന്റ് കിട്ടി. നല്ല ബലം ഉപയോഗിച്ച് ആരോ നമ്പർ പ്ലേറ്റിൽ പ്രസ് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. കാർ ഒരുപക്ഷെ മുന്നോട്ട് തള്ളാൻ ശ്രമിച്ചതാവാം. മുന്നോട്ട് തള്ളാനാണെങ്കിൽ നമ്പർ പ്ലേറ്റ് നിന്നാ പിടിക്കുന്നേ, കാറിന്റെ ബാക്കിൽ പിടിച്ച് തള്ളിയാൽ പോരെ. ഇത്രയും കുനിഞ്ഞ് മെനക്കെടേണ്ട ആവശ്യമുണ്ടോ എന്ന് സ്വാഭാവികമായിട്ടും സംശയം തോന്നാം. വാട്ടവർ, ആകെ പോകാൻ കിട്ടിയ ഒരു തെളിവ് ഇതാണ്, ഇത് വെച്ചേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. തുടർന്ന് ആ ഏരിയയിലുള്ള സകല ആളുകളുടെയും, സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ സകല ആളുകളുടെയും ഫിംഗർ പ്രിന്റ് എടുത്ത് ഇവർ ക്രോസ് ചെക്ക് ചെയ്യുന്നുണ്ട്. പത്രക്കാരൻ, പാൽക്കാരൻ തുടങ്ങി എല്ലാവരുടെയും ഫിംഗർ പ്രിന്റ് ക്രോസ് ചെക്ക് ചെയ്തിട്ടും ഇവർക്ക് കിട്ടിയ ഫിംഗർ പ്രിന്റുമായിട്ട് ഒന്നും മാച്ച് ആവുന്നില്ല. വിച്ച് മീൻസ് നാട്ടുകാരുമല്ല, പുറത്തുനിന്ന് വന്ന ആരോ ആണ് ഈ ക്രൈം ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇരിക്കെ മറ്റൊരു സ്റ്റേഷനിൽ ഒരു മർഡർ കേസ് രജിസ്റ്റർ ആയി. ആ കേസും ഇപ്പൊ നമ്മുടെ ഇൻസ്പെക്ടർ അന്വേഷിക്കുന്ന മർഡർ കേസുമായിട്ട് ചെറിയ ചില സിമിലാരിറ്റീസ് കണ്ടിട്ട് ഈ 2 കേസുകൾ ഇവർ ക്രോസ് ചെക്ക് ചെയ്യുന്നുണ്ട്. അവിടെയും ഇവർക്ക് CCTV വിഷ്വൽസ് കിട്ടിയിട്ടുണ്ട്. വിഷ്വൽ ആ ഒരു സ്പെഷ്യലി ഏബിൾഡ് പേഴ്സണെ കാണാം. സൂര്യയെ കൊലപ്പെടുത്തിയെന്ന് ഇവർ സംശയിക്കുന്ന, കാല് വയ്യാത്ത, പലതവണ ബൈക്കിൽ അവിടെ വന്ന് ഇങ്ങനെ കറങ്ങി നിന്ന അവൻ. ഈ ഒരു സ്പോട്ടിൽ നിന്ന് കിട്ടിയ വിഷ്വൽസിലും അവന്റെ മുഖം കാണാൻ പറ്റുന്നില്ല, ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ടാണ് വന്നത്. ഇവിടെ കൊല ചെയ്യപ്പെട്ടിട്ടുള്ള പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്തപ്പോൾ ഈ പെൺകൊച്ചൊരു പക്ക തേപ്പുകാരിയായിരുന്നു. പുള്ളിക്കാരിക്ക് 4-5 റിലേഷൻ ഉണ്ടായിരുന്നു.
ആയിരുന്നു. അവൾക്ക് എപ്പോൾ ഇൻട്രസ്റ്റ് പോകുന്നു അപ്പോൾ പരിപാടി നിർത്തുക, അവനേക്ക് അടുത്ത ആളുടെ പുറകെ പോവുക. സോ ഇങ്ങനെ അത്ര നല്ലതല്ലാത്ത പാസ്റ്റ് ഉള്ള ഒരു കുട്ടി ആയതുകൊണ്ട് ക്രൈം നടക്കാനുള്ള കാരണം ഇത് വല്ലതുമാണെന്ന് ഇവർ ചിന്തിക്കുന്നുണ്ട്. ഇപ്പോഴും തെളിവുകളൊന്നുമില്ല, എന്നാലും കുറ്റകൃത്യത്തിലേക്ക് നയിച്ചത് ഈ ഇൻസിഡന്റുകളാണോ ഇവളുടെ പാസ്റ്റ് റിലേഷൻ ആണോ എന്നുള്ള സംശയം മാത്രം. അവളുടെ എക്സുകളുടെ ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്തപ്പോൾ അതിലൊരാൾ കുംഭകോണത്തുള്ളതാണ്. നമ്മുടെ കിഷോറും സൂര്യയും ജീവിക്കുന്നത് കുംഭകോണത്തല്ലേ. ഒരുപക്ഷെ ഇവിടെ കൊല്ലപ്പെട്ട ഈ പെണ്ണിന്റെ കുംഭകോണത്തുള്ള എക്സിന് ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് കരുതി അവനിലേക്ക് ഫോക്കസ് ചെയ്ത് അന്വേഷണം തുടങ്ങി. കിട്ടാവുന്ന പരമാവധി ഡീറ്റെയിൽസ് കളക്ട് ചെയ്തു. അവനെ പരിചയമുള്ള ആളുകളൊക്കെ വിളിച്ച് സംസാരിച്ചു. അവൻ സ്പെഷ്യലി ഏബിൾഡ് ആണോ, അവന് ഫിസിക്കലി എന്തെങ്കിലും കുഴപ്പമുണ്ടോ ചോദിച്ചപ്പോൾ കൈക്കും കാലിനും കുഴപ്പമൊന്നുമില്ല, തലയ്ക്ക് കുറച്ച് കുഴപ്പമുണ്ടെന്നാണ് അവനെ പരിചയമുള്ളവർ പറയുന്നത്. ഒരിടയ്ക്ക് കോളേജിൽ ജോലി ചെയ്തിരുന്നു. അവിടെ അത്ര നല്ല രീതിയിൽ പെരുമാറാത്തത് കൊണ്ട് ഡിസ്മിസലൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ പറഞ്ഞ കക്ഷിയുടെ പേര് ഭരണി എന്നാണ്. കുറച്ച് നാൾ മുമ്പാണ് അവൻ്റെ അമ്മ മരണപ്പെട്ടത്. അമ്മയുടെ മരണശേഷം ആളെ പറ്റി അധികം ഇൻഫോർമേഷൻ അവൈലബിൾ അല്ല. എവിടെ പോയെന്നോ എന്ത് ചെയ്യുവാണെന്നോ എന്ത് ജോലി ചെയ്യുവാണെന്നോ ഒന്നും അറിയില്ല. ഭരണി അവൻ്റെ വീട് വിൽക്കുന്ന സമയത്ത് അതിൽ തം പ്രിന്റ് പതിപ്പിച്ചിരുന്നു. ആ പ്രിന്റും ഓൾറെഡി ഇവർക്ക് സൂര്യയുടെ കാറിലെ നമ്പർ പ്ലേറ്റിൽ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റിയ ഫിംഗർ പ്രിന്റ് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അത് എക്സാക്ട്ലി മാച്ച് ആവുന്നുണ്ട്. അപ്പോൾ ഏതാണ്ട് ഉറപ്പിക്കാം സൂര്യയുടെ കൊലപാതകത്തിന് പിന്നിൽ ഭരണി തന്നെയാണ്. പകൽ മുഴുവൻ അന്വേഷണമൊക്കെ കഴിഞ്ഞ് നമ്മുടെ ആതിര അർജുൻ്റെ അടുത്ത് വരും. കേസിന്റെ ചില കാര്യങ്ങളും ആതിരയും സൂര്യയുമായിട്ടുള്ള ബന്ധത്തെപ്പറ്റിയൊക്കെ ഇവൾ കൃത്യമായി അർജുന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത്രമേൽ അവനെ വിശ്വാസമാണ്, അവിടെ ഒന്നും ഒളിപ്പിച്ചു വെക്കേണ്ട ആവശ്യമില്ല. അത്രമേൽ വിശ്വസിക്കുന്ന ഒരാളോട് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്തു പോകല്ലോ. സൂര്യ ആതിരയ്ക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്ത ഐഫോണാണ് പുള്ളിക്കാരി ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ആതിരയ്ക്ക് സൂര്യയെ ഓർമ്മിക്കാൻ ആകെ ബാക്കിയുള്ളത് ഈ ഒരു ഐഫോൺ മാത്രമാണ്. സൂര്യ വാങ്ങിക്കൊടുത്ത ഐഫോൺ. ഇതിൽ അന്ന് വാങ്ങിയ സമയത്ത് തന്നെ സൂര്യയുടെ ഫിംഗർ പ്രിന്റും റെക്കോർഡ് ചെയ്തിരുന്നു. അന്ന് രാത്രി നമ്മുടെ അർജുനും ആതിരയും കുറേയധികം കാര്യങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നുണ്ട്. ആതിര ഒരു പോലീസുകാരിയൊക്കെ ആയതുകൊണ്ട് പലരും ഇവളെ പ്രപ്പോസ് ചെയ്യാൻ മടിച്ചിട്ടുണ്ട്. ഇൻ കേസ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഒരുമാതിരി ഫോർമൽ ആയിട്ടുള്ള രീതിയിലുള്ള സംസാരമായിരിക്കും. ഒന്നും അങ്ങോട്ട് മനസ്സ് തുറന്ന് സംസാരിക്കാൻ ആരും തയ്യാറായിട്ടില്ല. മനുഷ്യനെ പോലെ കാണുന്നില്ല. പോലീസുകാരിയാണെന്ന് അറിയുമ്പോൾ തന്നെ പേടിച്ചോടുവാണ്. ഇത്രയും നാളുകൾക്കിടയിൽ പൊസിഷൻ നോക്കാതെ ഓപ്പൺ ആയിട്ട് ഇവളോട് സംസാരിച്ചത് അർജുൻ മാത്രമാണ്. ആ ഒരു ക്വാളിറ്റിയാണ് അവൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് അല്ലി ചില്ലി പറഞ്ഞ് അവരുടെ പ്രൈവറ്റ് മൊമെന്റ്സ് അങ്ങനെ പോയി. തുടർന്നുള്ള അന്വേഷണത്തിൽ ഭരണി ഇപ്പൊ സിംഗപ്പൂരിലാണെന്ന് ഇവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. വർഷങ്ങളായി അവൻ സിംഗപ്പൂരിലാണ്. അങ്ങോട്ട് പോയതിന് കൃത്യമായിട്ടുള്ള എവിഡൻസ് ഉണ്ട്. അങ്ങനെയെങ്കിൽ ഈ കൊലപാതകത്തിൽ ഭരണിക്ക് പ്രത്യേകിച്ച് ഒരു പങ്കും കാണത്തില്ല. ആരെങ്കിലും ഭരണിയെ ഫ്രെയിം ചെയ്യാൻ ശ്രമിക്കുന്നതാവാം. മനഃപൂർവ്വം ഭരണിയുടെ ഫിംഗർ പ്രിന്റ് കാറിന്റെ നമ്പർ പ്ലേറ്റിൽ വരുന്ന രീതിയിൽ സെറ്റ് ചെയ്തതായി കൂടെ സാധ്യതയുണ്ട്. സംശയം തോന്നി ഇവരെന്ത് ചെയ്തെന്നോ, കിഷോർ വീട്ടിലില്ലാത്ത സമയം അവന്റെ വീട് തിരയാൻ ചെന്നു. അവിടെ അവൻ ഫാനിന് മുകളിൽ ഒരു ഫോൺ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടല്ലോ. അത് കണ്ടുപിടിക്കാൻ സാധിച്ചാൽ മേ ബി ഈ കേസിൽ എന്തെങ്കിലും ഹെൽപ്ഫുൾ ആയിട്ട് കിട്ടിയേക്കാം. അങ്ങനെ വീട് മുഴുവൻ വിശദമായി തിരയുന്നുണ്ട്. എന്നാലും കിഷോർ ഒളിപ്പിച്ചു വെച്ച ഫോണൊന്നും ഇവർക്ക് കണ്ടെത്താൻ സാധിക്കുന്നില്ല. തിരച്ചിൽ അവസാനിപ്പിച്ച് ആതിര പുറത്ത് ചെന്നപ്പോൾ മറ്റേ ബൈക്കിൽ വരുന്ന സ്പെഷ്യലി ഏബിൾഡ് പേഴ്സൺ, കാല് വയ്യാത്ത അവൻ ഹെൽമെറ്റ് ഒക്കെ വെച്ച് ഇങ്ങനെ നിൽക്കുന്നു. തേടിയ വള്ളി കാലി ചുറ്റി. ഇവനെ പിടിക്കാനായിട്ട് ആതിര മുന്നോട്ട് ചെന്നപ്പോൾ അവന്റെ കാലിനൊരു കുരുവില്ലെന്ന് അവൻ ഇത്രയും നാൾ അഭിനയിക്കുമായിരുന്നു. കാല് നേരെ വെച്ച് ഓടിപ്പോകുന്നു. അധികമൊന്നും ചിന്തിച്ചില്ല, ഗണ്ണെടുത്ത് ഫയർ ചെയ്തു. സ്കൂട്ടറിൽ അവൻ രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ബുള്ളറ്റ് സ്കൂട്ടറിൽ ഇറങ്ങി. അങ്ങനെ സ്കൂട്ടർ മറിഞ്ഞു. തുടർന്ന് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ഇവനെ ആതിര ചേസ് ചെയ്യുന്നു. ഓടിച്ചാടി പല വഴി കറങ്ങിത്തിരിഞ്ഞ് നമ്മുടെ ആതിര ഒടുക്ക ഒരു ഭിക്ഷക്കാരന്റെ മുന്നിലാണ് ചെന്ന് പെടുന്നത്. മറ്റവൻ എങ്ങോട്ട് പോയെന്ന് ഒരു ഐഡിയ ഇല്ല. ഭിക്ഷക്കാരനെ കണ്ടതും അവന്റെ അടുത്ത് നിന്ന് ആരെങ്കിലും ഇതുവഴി വന്നായിരുന്നോ എന്ന് ചോദിച്ചപ്പോ, അയ്യോ സാർ, എന്റെ പേര് ജോസഫ് കുറുവില്ല, ഇതാണ് എന്റെ നാട്. ഞാനിവിടെ വർഷങ്ങളായി പിച്ചെടുക്കുന്നു. പിന്നെ നിങ്ങൾ അന്വേഷിക്കുന്നവൻ ആ മതിൽ ചാടി അപ്പുറത്തോട്ട് ഓടുന്നേ കണ്ടു. പോരടെ അഭിനയം. ഇവനാണ് ഭരണി. ഇവന്റെ ഫോട്ടോയും ഡീറ്റെയിൽസും ഒക്കെ നേരത്തെ ഇവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. എവിടുന്നോ കിട്ടി ഒരു കയ്യിലും പതിച്ച് ഭിക്ഷക്കാരനായിട്ട് അഭിനയിച്ച തൂക്കൂലെന്ന് കരുതി തൂക്കിയെടുത്ത് സ്റ്റേഷനിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്യാൻ തുടങ്ങി. അടി കൊണ്ടപ്പോൾ തന്നെ ഒരു മർഡർ ചെയ്ത് ഇവനാണെന്ന് പറയുന്നുണ്ട്. +1 പഠിക്കുന്ന സമയത്ത് ഒരു പെങ്കൊച്ച് ഇവനോട് ഇങ്ങോട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞു. നമ്മൾ നേരത്തെ കണ്ട തേപ്പുകാരിയില്ലേ, ആ പുള്ളിക്കാരി. അവളുടെ ആവശ്യം കഴിഞ്ഞപ്പോൾ ഇവനെ ഉപേക്ഷിച്ച് അവളങ്ങ് പോയി. അതിനുശേഷം ഇവൻ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് നമ്മുടെ സൂര്യയെ പരിചയപ്പെടുന്നത്. ഭരണിയായിട്ട് അങ്ങോട്ട് പോയി സൂര്യയോട് മിണ്ടിയിട്ടില്ല. സൂര്യ ഇങ്ങോട്ട് വന്ന് ഇവനെ പരിചയപ്പെട്ട് ഇവനോട് സൗഹൃദത്തിലാവുമായിരുന്നു. ഒരിക്കൽ ഭരണി ഫുട്ബോൾ കളിക്കുന്ന സമയത്ത് അവൻ അവിടെ ഊരിയിട്ടിരുന്ന അവന്റെ ഷർട്ട് നമ്മുടെ സൂര്യ ഇങ്ങനെ എടുത്ത് അവൾ ആ ഡ്രസ്സ് ഇട്ട് നിൽക്കുന്നത് ഇവൻ ശ്രദ്ധിച്ചു. ഭരണിയുടെ ഡ്രസ്സ് എടുത്തിട്ട് അതിലിങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും ഭരണിക്ക് അങ്ങനെയല്ലേ തോന്നുള്ളൂ, അവൾക്ക് തന്നെ ഇഷ്ടമാണെന്നല്ലേ തോന്നുള്ളൂ. അവൻ അങ്ങനെയൊക്കെ ചിന്തിച്ചു കൂട്ടി ആ ഒരു സൗഹൃദം പതിയെ പതിയെ പ്രണയത്തിലേക്ക് വഴിമാറുവാണെന്ന് കരുതി. ഒരിക്കൽ ഭരണി ഈ കാര്യങ്ങൾ സൂര്യയോട് ഓപ്പൺ ആയിട്ട് ചോദിച്ചെങ്കിലും സൂര്യ ആണെങ്കിൽ അങ്ങനെയൊന്നുമില്ല, അത് നിനക്ക് തോന്നിയതാണെന്ന് പറഞ്ഞിട്ട് മാറിപ്പോയി. സൂര്യ സമ്മതിച്ചില്ലെങ്കിൽ എന്ത്, അവളെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയി കല്യാണം കഴിക്കാൻ വരെ ഭരണി ശ്രമിച്ചു. ഇതാണ് പറഞ്ഞത് ഇവന് തലയ്ക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന്. അവിടുന്ന് രക്ഷപ്പെട്ടു പോയ സൂര്യ ഇവനെതിരെ കേസ് കൊടുത്തു. ഇവന്റെ തലയിൽ കേസായി. പോലീസിന്റെ നിന്ന് നല്ല അടി കിട്ടി. ഉണ്ടായിരുന്ന ജോലി പോയി. പിന്നെ വലിയായി കുടിയായി. ഇവന്റെ അമ്മയുടെ കാര്യങ്ങൾ പോലും പ്രോപ്പറായിട്ട് നോക്കാൻ പറ്റിയില്ല. തെറ്റിന്ന് തെറ്റിലോട്ട് തന്നെ പൊക്കൊണ്ടിരുന്നു. സിറ്റുവേഷൻ മോശമാവുന്നതിനനുസരിച്ച് ഇവന്റെ ആ ഒരു ഭ്രാന്തും കൂടി വന്നു. അവളോട് പ്രതികാരം ചെയ്യണമെന്നുള്ള വാശിയായി. അമ്മയുടെ മരണശേഷം ഭരണിക്ക് സ്വയം കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. ഒരുത്തി പ്രണയിക്കുന്ന പോലെ വന്ന് ഇവനെ പറ്റിച്ചു. മറ്റൊരുത്തി അഥവാ നമ്മുടെ സൂര്യ ഇവനെ പ്രണയിക്കുന്നതായിട്ട് ഹിന്റ് കൊടുത്ത് ഇവനോട് ഭയങ്കര ക്ലോസ് ആയിട്ട് ഇവൻ പ്രപ്പോസ് ചെയ്തപ്പോൾ അവൾക്ക് അങ്ങനെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. ജോലിയും കൂലിയും ഒന്നും ഇല്ലാതെ ഈ പ്രതികാരം മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് അധിക നാൾ സർവൈവ് ചെയ്യാൻ ഭരണിക്ക്
സാധിക്കുമായിരുന്നില്ല. അങ്ങനെ ഇരിക്കവേ അവന് സിംഗപ്പൂരിൽ ജോലി കിട്ടി, അങ്ങോട്ട് പോയി. ഒരു വർഷം കഴിഞ്ഞ് ലീവിന് വന്നപ്പോൾ നാട്ടിൽ വന്നപ്പോൾ ഇവിടെ അവന് വീണ്ടും സൂര്യയെ കാണാൻ പറ്റി. അവന്റെ മനസ്സിൽ ഉറങ്ങിക്കിടന്ന സൈക്കോ വീണ്ടും ഉണർന്നു. ലീവ് കഴിഞ്ഞ് തിരിച്ച് സിംഗപ്പൂരിലേക്ക് പോയെങ്കിലും അവിടെ വെച്ച് ഫേക്ക് പാസ്പോർട്ട് ഉണ്ടാക്കി അവൻ തിരിച്ച് നാട്ടിലേക്ക് വരുന്നുണ്ട്. സൂര്യയെയും +1 ടൈമിൽ ഇവനെ പറ്റിച്ച പെൺകുട്ടിയെയും കൊല്ലുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം. +1 ടൈമിൽ ഇവനെ പറ്റിച്ച പെൺകുട്ടിയെ ഇവന് കൊല്ലാൻ പറ്റിയെങ്കിലും സൂര്യയെ കൊല്ലാൻ പറ്റിയില്ലെന്ന് പറയാണ് ഭരണി. അതായത് ഇവനീ പറഞ്ഞ കഥകളൊക്കെ സത്യമാണെങ്കിൽ ഇവനല്ല സൂര്യയെ കൊന്നത്. സൂര്യയെ കൊല്ലാൻ വേണ്ടി കിഷോർ ഇല്ലാത്ത സമയം അവരുടെ വീട്ടിൽ ചെന്നു എന്നുള്ളത് ശരിയാണ്. എന്നാൽ അവിടെ ആ സമയം വേറൊരാണുണ്ടായിരുന്നു, സൂര്യയുടെ രഹസ്യ കാമുകൻ. ആൻഡ് ഈ രഹസ്യ കാമുകൻ ആരാണെന്നോ, നമ്മുടെ ആതിരി ഇപ്പൊ പ്രണയിക്കുന്ന അർജുനില്ലേ, അവൻ തന്നെ. അർജുന്റെ നോർമലല്ലാത്ത ശാന്തമായ പെരുമാറ്റം കണ്ടപ്പോഴേ എന്തൊക്കെയോ സംശയം ഉണ്ടായിരുന്നു. അന്ന് കിഷോറിന്റെ വീട്ടിൽ വെച്ച് സൂര്യയുടെ രഹസ്യ കാമുകനായ അർജുനും ഭരണിയും തമ്മിൽ അടിയുണ്ടായി. ഇവന്മാരുടെ ഈ ഫൈറ്റിനിടെയാണ് നമ്മുടെ ഭരണിയുടെ കൈ സൂര്യയുടെ കാറിന്റെ നമ്പർ പ്ലേറ്റിൽ ആഞ്ഞു പതിയുന്നത്. അങ്ങനെയാണ് ഭരണിയുടെ ഫിംഗർ പ്രിന്റ് കാറിൽ വരുന്നത്. അല്ലാതെ ഇവനല്ല സൂര്യയെ കൊന്നത്. അന്ന് അർജുന്റെ കയ്യിൽ നിന്ന് തല്ലും കൊണ്ട് തിരിച്ചുപോയ ഭരണി പിന്നീട് ഒരു ദിവസം ഇവനെ +1 പറ്റിച്ച ആ ഒരു കുട്ടിയെ ചെന്ന് കൊല്ലുമായിരുന്നു. അതിനുശേഷം സൂര്യയെ കൊലപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശത്തിലാണ് അവരുടെ വീട്ടിലേക്ക് ഇന്ന് രാത്രി വന്നത്. ഈ സമയം അവിടെ നമ്മുടെ ഇൻസ്പെക്ടർ ആതിരി ഉണ്ടായിരുന്നതുകൊണ്ട് ഇവനെ പിടിച്ചു. ഇനിയിപ്പോൾ മുന്നോട്ടുള്ളൊരു ലീഡ് സൂര്യയുടെ വീട്ടിൽ അന്ന് ഭരണി കണ്ട ആ പുള്ളിക്കാരനാണ്, സൂര്യയുടെ രഹസ്യ കാമുകൻ എന്നിവൻ പറയുന്ന ആ ഒരു വ്യക്തി. അത് അർജുനാണ് എന്നുള്ള കാര്യം നമുക്കറിയാം, ആതിരിക്ക് അറിയില്ലല്ലോ. ഏതായാലും അവന്റെ രേഖാചിത്രം വരപ്പിക്കണം. അടുത്ത ദിവസം സ്കെച്ചിങ് ആർട്ടിസ്റ്റ് വരുന്നവരെ ഇവൻ ഇവിടെ തന്നെ നിർത്തുവാണ്. അവിടുന്ന് കിട്ടിയതാൽ വർഷങ്ങൾക്ക് മുമ്പ് സൂര്യയുടെ വിവാഹ ദിവസം. അന്ന് അവൾ ആകെ ഒരുമാതിരി ഡിപ്രസ്ഡ് ആയിരുന്നു. എന്താ കാര്യമെന്ന് ആതിരി തിരക്കിയപ്പോൾ അവൾക്ക് വേറൊരാളെ ഇഷ്ടമാണെന്ന് പുള്ളിക്കാരി പറഞ്ഞിരുന്നു. വേറൊരാളെ ഇഷ്ടമായിരുന്നിട്ട് വീട്ടുകാർ പറയുന്ന ആളെ വിവാഹം ചെയ്യുന്നത് എന്തിനാണ്, സൂര്യ ഇഷ്ടപ്പെടുന്ന ആളെ തന്നെ വിവാഹം ചെയ്താൽ പോരെ എന്ന് നമ്മുടെ ആതിര ചോദിച്ചിരുന്നെങ്കിലും സൂര്യ ആഗ്രഹിക്കുന്ന പോലെ ഒന്നും നടക്കാൻ പോകുന്നില്ല, അതിനൊന്നും ഒരു സാധ്യതയുമില്ല, ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇതാണ് വിധി എന്ന് പറഞ്ഞാണ് പുള്ളിക്കാരി ഈ ഒരു കല്യാണത്തിന് സമ്മതിച്ചത്, കിഷോറിനെ വിവാഹം ചെയ്തത്. മനസ്സില്ലാ മനസ്സോടെ വിവാഹം ചെയ്തതാണ് സൂര്യ. അവളുടെ മനസ്സിൽ മറ്റാരും ഉണ്ടായിരുന്നു. അന്ന് അവൾ ഉദ്ദേശിച്ചത് ഒരുപക്ഷെ അർജുനെ പറ്റി ആയിരിക്കുമോ എന്നുള്ളതാണ്. ദെൻ അടുത്ത ദിവസം നമ്മുടെ ആതിരയാവട്ടെ അർജുന്റെ ഒരു സ്റ്റേജ് പെർഫോമൻസ് കാണാൻ വേണ്ടി ചെല്ലുന്നുണ്ട്. ഇതേ സമയം പോലീസ് സ്റ്റേഷനിൽ സ്കെച്ചിങ് ആർട്ടിസ്റ്റ് എത്തി. ഭരണി അന്ന് ആ വീട്ടിൽ കണ്ട ആളുടെ രൂപം, നമ്മുടെ അർജുന്റെ രൂപം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്നു. അർജുന്റെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് തിരികെ സ്റ്റേഷനിലെത്തുന്ന ആതിരയ്ക്ക് ഇവർ വരച്ച രേഖാചിത്രം കാണിച്ചു കൊടുത്തു. ഒറ്റ നോട്ടത്തിൽ നമ്മുടെ അർജുനാണെന്ന് പറയേയില്ല, വേറെ ആരെയോ പോലുണ്ട്. അന്ന് രാത്രി ഭരണി അവനെ ജസ്റ്റ് ഇടിമിന്നലിന്റെ പ്രകാശത്തിലൊക്കെ ചെറുതായിട്ടൊന്ന് കണ്ടല്ലേ ഉള്ളൂ. പിന്നെ കറക്റ്റായിട്ട് രേഖാചിത്രം വരയ്ക്കുന്ന ആൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ലെങ്കിലോ, രേഖാചിത്രം വരയ്ക്കുന്ന ആൾ അത്ര പ്രൊഫഷണൽ അല്ലെങ്കിലോ ഇങ്ങനെയൊക്കെ സംഭവിക്കാം. ശേഷം ഭരണിയെ മറ്റൊരു സ്റ്റേഷനിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു. ഇവൻ വേറൊരു കൊലപാതകം ചെയ്തിരുന്നല്ലോ, ആ കേസ് അന്വേഷിക്കുന്ന സ്റ്റേഷനിലേക്ക് ഹാൻഡ് ഓവർ ചെയ്തു. കുറ്റവിവൻ സമ്മതിച്ച സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഇവന്റെ ജീവിതം ജയിലായിരിക്കും. സൂര്യ കേസ് എങ്ങും എത്തിയില്ല. ഇങ്ങനെയാണെങ്കിൽ അധികം താമസിയാതെ ആ കേസ് ക്ലോസ് ചെയ്യേണ്ടി വരും. പ്രത്യേകിച്ച് ഇനി മുന്നോട്ട് പോകാൻ ലീഡൊന്നുമില്ലല്ലോ. ദിവസങ്ങൾ പോകുന്നു. ഇതിനിടെ ഒരു ദിവസം നമ്മുടെ ആതിര അർജുനെ അവളുടെ പേരൻസിന് പരിചയപ്പെടുത്തുന്നുണ്ട്. ഇവനോട് സംസാരിച്ചതും പേരൻസ് ഹാപ്പി, നല്ല ഒരാളെ തന്നെ അവൾ കണ്ടുപിടിച്ചു. കുറേ നാളായി അവരിങ്ങനെ ഇവളെ നിർബന്ധിക്കുമായിരുന്നു, കല്യാണം കഴിക്കണം, മാട്രിമോണി നോക്ക്, അത് ഇതെന്നൊക്കെ പറഞ്ഞ്. ഇപ്പൊ അവളുടെ ആളെ അവൾ തന്നെ കണ്ടുപിടിച്ചല്ലോ, സന്തോഷം. അർജുൻ പേരൻസിനോട് ഭയങ്കര ക്ലോസ് ആയിട്ടാണ് സംസാരിക്കുന്നത്. അവൻ അവരെ അച്ഛ അമ്മ എന്നൊക്കെ വിളിച്ച് സംസാരിക്കുന്നത് നേരത്തെ അവർക്ക് കേട്ട് പഴകിയ ഒരു ഫീല്. അല്ലെങ്കിലും എന്തൊക്കെയോ രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടും ഭയങ്കര സോഫ്റ്റ് ആയിട്ട് സംസാരിച്ച് സമാധാനത്തിൽ സംസാരിച്ച് ആതിരയെ പോലും കറക്കിയെടുത്ത ആളല്ലേ, പിന്നെയല്ലേ അവളുടെ പേരൻസ്. പിന്നെയും ദിവസങ്ങൾ പോകുന്നു. ഇപ്പോഴും കേസിൽ പ്രത്യേകിച്ച് ലീഡൊന്നും ഇല്ലെങ്കിലും സൂര്യ കേസ് അങ്ങനെ അങ്ങ് ക്ലോസ് ചെയ്യാൻ ആതിര ഉദ്ദേശിക്കുന്നില്ല. സമയം കണ്ടെത്തി മറ്റ് കേസുകൾക്കിടയിൽ സൂര്യ കേസും കാര്യമായി അന്വേഷിക്കുന്നുണ്ട്. അന്ന് സൂര്യയുടെ കാറ് കത്തിക്കിടന്ന ആ ഒരു ഏരിയ ഉണ്ടല്ലോ, അതിന്റെ ഒരു 4 കിലോമീറ്റർ റേഡിയസിൽ 2 CCTV ക്യാമറാസ് ഉണ്ട്. ഈ റേഡിയസിനുള്ളിൽ എവിടെയും വീടുകളോ മറ്റ് സ്ഥാപനങ്ങളോ ഒന്നുമില്ല, റിസർവ്ഡ് ഫോറസ്റ്റ് ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഏരിയയിലൂടെ എൻ്റർ ആവുന്ന വാഹനങ്ങളൊക്കെ ഓപ്പോസിറ്റ് സൈഡിലൂടെയോ ഈ സൈഡിലൂടെ തന്നെ എക്സിറ്റ് ആയിരിക്കണം. ഫോറസ്റ്റ് ഏരിയയിൽ ആരും എന്തായാലും സ്റ്റേ ചെയ്തില്ലല്ലോ, അങ്ങനെ ആർക്കും സ്റ്റേ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. സൂര്യ കൊല്ലപ്പെടുന്ന ദിവസം അവളുടെ കാർ ഈ ഏരിയയിലേക്ക് എൻ്റർ ആവുന്നത് CCTV 1 കാണാം. ഈ ഒരു ടൈം പീരീഡിൽ മറ്റേതെങ്കിലും കാറുകൾ ഈ ഏരിയയിൽ എൻ്റർ ആയിട്ട് നോർമലി ഓപ്പോസിറ്റ് സൈഡിൽ എത്തേണ്ട സമയത്തേക്കാൾ കൂടുതൽ സമയം എടുത്ത് എക്സിറ്റ് ആയിട്ടുണ്ടോ എന്നാണ് ഇവർ ചെക്ക് ചെയ്യുന്നത്. അങ്ങനെ കാര്യമായി തിരിഞ്ഞെങ്കിലും ആ സമയം അതുവഴി പാസ് ചെയ്തിട്ടുള്ള ഒരൊറ്റ വാഹനം പോലും പതിവിലും കൂടുതൽ സമയം എടുത്തിട്ടില്ല. എന്നാൽ ഒരു ക്യാച്ച് ഉണ്ട്, ഇതിലൊരു വാഹനത്തിൽ എൻ്റർ ആവുന്ന സമയത്തുണ്ടായിരുന്ന അത്രയും ആളുകൾ എക്സിറ്റ് ആകുമ്പോൾ ഉണ്ടായിരുന്നില്ല. അതേപോലെ കുറച്ച് സമയം കഴിഞ്ഞ് എൻ്റർ ആയ ഒരു വാഹനത്തിൽ എൻ്റർ ആയപ്പോൾ ഉണ്ടായിരുന്ന ആളുകളെക്കാൾ കൂടുതൽ ആളുകൾ എക്സിറ്റ് ആയ സമയത്തുണ്ടായിരുന്നു. വിച്ച് മീൻസ് ആദ്യം എൻ്റർ ആയ കാറിലുണ്ടായിരുന്ന ആളുകൾ സൂര്യ വരാൻ വേണ്ടി അവളെ കൊല്ലാൻ വേണ്ടി അവിടെ കാത്തു നിന്നു. ദെൻ പാതിരാത്രി കൃത്യം നടത്തി കഴിഞ്ഞ് രണ്ടാമത് എൻ്റർ ആയ കാറിൽ കയറി അവർ തിരിച്ചുപോയി. ഈ 2 കാറുകളുടെയും നമ്പർ പ്ലേറ്റ് ചെക്ക് ചെയ്തപ്പോൾ രണ്ടും ഫേക്ക് ആണ്. അപ്പോൾ സൂര്യയെ അപായപ്പെടുത്തിയവർ തന്നെ നേതാണ്ട് ഉറപ്പിക്കാം. കേസ് അൺഒഫീഷ്യൽ ആയിട്ടാണല്ലോ മുന്നോട്ട് പോകുന്നത്. അതിൽ രഹസ്യമായി ബാക്കി ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്ത് നമ്മുടെ സൂര്യയുടെ ഡെഡ് ബോഡി അവളുടെ സ്കൾ ഒന്നുകൂടെ അനലൈസ് ചെയ്യാൻ പറയുന്നുണ്ട്. ഡെഡ് ബോഡി കണ്ടെടുത്തപ്പോൾ തലയൊട്ടിയിൽ പൊട്ടലുണ്ടായിരുന്നു. അത് സ്റ്റിയറിംഗിൽ ഇടിച്ച് പൊട്ടലുണ്ടായതാണോ അതോ ആരെങ്കിലും എന്തെങ്കിലും ആയുധം യൂസ് ചെയ്ത് തലക്കിട്ട് അടിച്ചതാണോ എന്ന് അറിയണം. വിശദമായി പരിശോധിച്ചപ്പോൾ ആതിരയുടെ സംശയം ശരിയായിരുന്നു. സ്റ്റിയറിംഗിൽ ഇടിച്ചുണ്ടായ പൊട്ടലൊന്നും അല്ല, അതിലും ഹാർഡായിട്ടുള്ള ഒബ്ജക്റ്റ് യൂസ് ചെയ്ത് അവളുടെ തലയ്ക്ക് അടിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിനേക്കാളും ഞെട്ടിക്കുന്ന വേറൊരു കാര്യമുണ്ട്. ഇവർക്ക് കിട്ടിയ ഡെഡ് ബോഡി ഇല്ലേ, അത് സൂര്യയുടെ ഡെഡ് ബോഡിയേ അല്ല. സൂര്യയുടെ സ്കൾ ഷേപ്പും ഇവർക്ക് കിട്ടിയ ഡെഡ് ബോഡിയുടെ സ്കൾ ഷേപ്പും തമ്മിൽ കാര്യമായ വ്യത്യാസമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഫേക്ക് ആയിരുന്നു. പോസ്റ്റ്മോർട്ടത്തിൽ ഇത് സൂര്യ തന്നെയാണെന്ന് കറക്റ്റ് ആയിട്ട് സ്റ്റേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഇത് സൂര്യ അല്ല. കാറിലുണ്ടായിരുന്നത് സൂര്യയുടെ ബോഡി അല്ല. അതിന് നേരെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്ത ഡോക്ടറിന്റെ അടുത്തിരുന്നു. അധികം ചോദിക്കേണ്ടി വന്നില്ല, പുള്ളിക്കാരനുള്ള കാര്യം തുറന്നു പറഞ്ഞു. കാശ് കൊടുത്ത് ഇങ്ങനെ മാറ്റി എഴുതാൻ പറഞ്ഞതാണെന്ന്. പിന്നെ ഇയാൾ മാത്രമല്ല കൂടെ നിന്ന് ചതിച്ചത്, നമ്മുടെ ആതിരയുടെ കൂടെ ഉണ്ടായിരുന്ന
ഉണ്ടായിരുന്ന അഭിഷേക് എന്ന ഇൻസ്പെക്ടർ മുട്ടായിപ്പായിരുന്നു. അങ്ങേരും കാശ് വാങ്ങി റിപ്പോർട്ട് ഫേക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. കേസ് വഴിതെറ്റിക്കുമായിരുന്നു. ഇതേ അഭിഷേക് തന്നെയാണ് തുടക്കത്തിൽ നമ്മുടെ ആതിരയ്ക്ക് വേണ്ടി ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് കൊടുത്തതെന്നും ആലോചിക്കണം. ഒരുപക്ഷേ ആതിരയുടെ തൊട്ടടുത്ത സീറ്റിൽ ഒരു മെയിലാണെന്ന് മനസ്സിലാക്കി അർജുനാണെന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കാം ഇങ്ങനെ അവിടെ തന്നെ ഇവൾക്ക് സീറ്റ് ബുക്ക് ചെയ്ത് കൊടുത്തത്. അർജുനുമായിട്ട് നമ്മുടെ ഹീറോയിൻ പരിചയപ്പെടാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തതായിരിക്കാം. ആൻഡ് ഇവിടെ ഈ റിപ്പോർട്ടൊക്കെ ഫേക്ക് ചെയ്യാൻ ഇത് സൂര്യയുടെ ഡെഡ് ബോഡി തന്നെയാണെന്ന് കള്ളത്തരം കാണിച്ച് എഴുതാൻ പൈസ കൊടുത്തതാര്? മറ്റാരുമല്ല, സൂര്യയുടെ ഹസ്ബൻഡ് കിഷോർ. സത്യങ്ങളെല്ലാം കണ്ടുപിടിച്ച് കിഷോറിനെ അറസ്റ്റ് ചെയ്യാൻ ചെന്നപ്പോൾ അദ്ദേഹം ഒരു 10 മിനിറ്റ് ആതിരയോട് ആവശ്യപ്പെടുന്നുണ്ട്. സത്യങ്ങളെല്ലാം തുറന്നു പറയാം, പേഴ്സണലായിട്ട് ഒരു 10 മിനിറ്റ് സംസാരിക്കണമെന്ന്. പറയാനുള്ളത് കിഷോറിനെയും സൂര്യയും പറ്റിയൊക്കെ തന്നെയായിരുന്നു. വിവാഹത്തിന് സൂര്യയ്ക്ക് അത്ര സമ്മതമല്ലായിരുന്നു എന്ന് നമ്മൾ കണ്ടിരുന്നല്ലോ. സൂര്യയ്ക്ക് മറ്റാരെയോ ഇഷ്ടമായിരുന്നു. തുടക്കത്തിലേ ഉള്ള അവളുടെ ആ ഒരു പേടിയും ബുദ്ധിമുട്ടും ഒക്കെ കിഷോർ മനസ്സിലാക്കി അവൾക്ക് വേണ്ടത്രയും സ്പേസ് അവൻ കൊടുത്തിരുന്നു. ഇന്റിമേറ്റ് ആവാൻ ഒരു തരത്തിലും അവൻ നിർബന്ധം കാണിച്ചിട്ടില്ല. അവൾക്ക് ആ ഒരു കംഫർട്ട് സ്പേസ് ബിൽഡായി വരണമല്ലോ. പുള്ളിക്കാരിക്ക് തന്നെ തോന്നണം കിഷോറിനെ അവൾക്ക് ഇഷ്ടപ്പെടാൻ പറ്റണം, വിശ്വസിക്കാൻ പറ്റണം. എപ്പോൾ അവളുടെ മനസ്സിൽ ആ ഒരു വിശ്വാസം ബിൽഡാവുന്നു അപ്പോൾ അവളായിട്ട് തന്നെ വേണ്ടതൊക്കെ ചെയ്തോളും. അതുവരെ ഇങ്ങനെ പോട്ടെ എന്ന് കിഷോറും കരുതി. സൂര്യയുടെ ഇൻട്രസ്റ്റുകളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി, മോഡലിംഗിൽ താല്പര്യമുണ്ടെന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി അവളെ പ്രിപ്പയർ ചെയ്യാൻ ശ്രമിച്ചു. പുള്ളിക്കാരി എത്രമാത്രം ഡിസ്റ്റൻസ് ഇടാൻ ശ്രമിച്ചെങ്കിലും കിഷോർ മാക്സിമം സ്നേഹത്തോടെ അവളോട് പെരുമാറി അവളോട് ക്ലോസ് ആവാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. വിവാഹം കഴിഞ്ഞ് 6 മാസമായി. ഒരൊറ്റ തവണ പോലും ഇന്റിമേറ്റ് ആവാനോ പുള്ളിക്കാരുടെ സൈഡിൽ നിന്നൊന്നും ഓപ്പണായിട്ട് സംസാരിക്കാനോ പോലുള്ള ശ്രമം ഉണ്ടായില്ല. എന്തൊക്കെയോ വിഷമം ഉള്ളിക്കൊണ്ട് നടക്കുന്നുണ്ടെന്ന് കിഷോറിന് മനസ്സിലായി. എന്നാലും ഒന്ന് ഓപ്പണായിട്ട് സംസാരിക്കാതെ എങ്ങനെയാണ്? അങ്ങനെ ദിവസങ്ങൾ പോകെ ഒരു ദിവസം പുള്ളിക്കാരി ആത്മഹത്യ ചെയ്യാൻ വരെ ശ്രമിച്ചു. അന്നാണ് കിഷോർ അവളുടെ ഫേസ്ബുക്ക് ഒക്കെ ചെക്ക് ചെയ്യുന്നത്. നോക്കിയപ്പോൾ ഒരു ആഞ്ചർക്കന് കണ്ടിന്യൂസ് ആയിട്ട് മെസ്സേജ് അയച്ചിരിക്കുന്നു. അവന്റെ സൈഡിൽ നിന്ന് പ്രോപ്പറായിട്ട് റിപ്ലൈ ഒന്നും ഇല്ലെങ്കിലും സൂര്യ വിടാതെ അവന് മെസ്സേജ് അയച്ചുകൊണ്ടേയിരുന്നു. ഇപ്പോഴും അവൾ മറ്റൊരാളെ മനസ്സിൽ കൊണ്ട് നടക്കുകയാണെന്ന് മനസ്സിലാക്കി കിഷോർ ഇക്കാര്യങ്ങളൊക്കെ അവളോട് ഓപ്പണായിട്ട് ചോദിച്ചപ്പോൾ അവളുടെ പേരൻസിന്റെ നിർബന്ധം കാരണമാണ് ഈ വിവാഹത്തിന് സമ്മതിച്ചത്. അവൾക്ക് ഇപ്പോഴും ഇവനെ ഇഷ്ടപ്പെടാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. എന്നാൽ ശരി, അവളുടെ പേരൻസിനോട് കിഷോർ തന്നെ സംസാരിക്കാം. ഡിവോഴ്സ് ചെയ്തിട്ട് ഇവൾക്ക് ഇഷ്ടമുള്ള ചെക്കൻ്റെ കൂടെ പോയി ജീവിച്ചോളാൻ പറയുന്നുണ്ടെങ്കിലും അങ്ങനെ ചെയ്താൽ ഒരുപക്ഷെ അത് അവളുടെ പേരൻസിന്റെ ആത്മഹത്യയിൽ കലാശിക്കും. അവർ കുറേ പഴയ ആൾക്കാരാണ്, അവർക്ക് ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുമാതിരി അങ്ങ് വിഷമിച്ച് സൂര്യ കരഞ്ഞു. മറ്റൊരാളെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന സൂര്യയ്ക്ക് കിഷോറിന്റെ കൂടെ ജീവിക്കുക എന്ന് പറയുന്നത് പറ്റുന്ന കാര്യമല്ല. കിഷോറിനാണെങ്കിലും ഇതൊട്ടും താല്പര്യമില്ല. ഫോഴ്സ്ഫുള്ളി ഒരാളെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നതൊന്നും ബോധമുള്ളവർ ചെയ്യുന്ന പരിപാടിയല്ലല്ലോ. അതുകൊണ്ട് സൂര്യയുടെ വീട്ടുകാർ എതിർക്കാത്ത രീതിയിൽ പ്ലാൻ ചെയ്ത് സൂര്യ ആഗ്രഹിക്കുന്ന ലൈഫ് അവൾക്ക് കൊടുക്കാമെന്ന് കിഷോർ തീരുമാനിച്ചു. എങ്ങനെയെന്നാൽ ഒരു ഫേക്ക് ആക്സിഡന്റ് ക്രിയേറ്റ് ചെയ്യാം. A to Z കാര്യങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്ത് ഒരു അപകടത്തിൽ സൂര്യ മരണപ്പെട്ടതായിട്ട് ഫ്രെയിം ചെയ്തിട്ട് അവൾ ഇഷ്ടപ്പെടുന്ന ആളുടെ കൂടെ ജീവിക്കാൻ വിടാം. ഇതാകുമ്പോൾ അവളുടെ പേരൻസിനെ പറ്റി അധികം ചിന്തിക്കേണ്ടി വരത്തില്ല. അവർ കൂടുതൽ പ്രശ്നത്തിനൊന്നും പോകത്തില്ല. സൂര്യക്കാണെങ്കിൽ അവൾ ആഗ്രഹിച്ച ജീവിതവും കിട്ടും. അങ്ങനെ ഇവരെല്ലാം കൂടെ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയ ഒരു സ്ക്രിപ്റ്റ് മാത്രമാണ് സൂര്യയുടെ അപകട മരണം. കിഷോറും കിഷോറിന്റെ എക്സ് പല്ലവിയും പോലീസുകാരൻ അഭിഷേകും ഡോക്ടറും എല്ലാവരും കൂടെ ചേർന്ന് കൃത്യമായി പ്ലാൻ ചെയ്ത് ഇവിടെയുള്ള CCTV ക്യാംസിനെ പറ്റിയൊക്കെ കൃത്യമായി മനസ്സിലാക്കി പോലീസിനെ കൺഫ്യൂസ് ആക്കുന്ന രീതിയിൽ കേസ് വളച്ചൊടിച്ച് ഓൾറെഡി മരിച്ച ഒരാളുടെ ബോഡി, അവകാശികളില്ലാത്ത ഒരു ബോഡി, ഒരു അനാഥ ബോഡി എടുത്തുകൊണ്ട് വന്ന് കാറിലിട്ട് കത്തിച്ച് അത് സൂര്യയാണെന്ന് വരുത്തി തീർക്കുമായിരുന്നു. എന്നിട്ട് സൂര്യയെ അവൾ ഇഷ്ടപ്പെടുന്ന ആളുടെ കൂടെ, ജോഷുവ എന്ന ചെറുപ്പക്കാരൻ്റെ കൂടെ ജീവിക്കാൻ വിട്ടു. സൂര്യയും ജോഷുവയും ഇപ്പോൾ ഒന്നിച്ചാണ്. ഇരുവരും അവിടെ എത്തിക്കഴിഞ്ഞ് നമ്മുടെ കിഷോറിനോട് നന്ദിയൊക്കെ പറഞ്ഞ് വീഡിയോ ഒക്കെ എടുത്ത് അയച്ചു കൊടുത്തിരുന്നു. ഇതേ വീഡിയോ നമ്മുടെ ആതിര ഭരണിയെ കാണിച്ചു കൊടുത്തിട്ട് അന്ന് സൂര്യയുടെ വീട്ടിൽ കണ്ടത് ഈ പുള്ളിക്കാരനെയാണോ, ഈ വീഡിയോയിൽ കാണുന്ന ജോഷുവയാണോ എന്ന് ചോദിച്ചപ്പോൾ ഇവനെ ഒന്നുമല്ല കണ്ടതെന്ന് ഭരണി ഉറപ്പിച്ച് പറയുന്നുണ്ട്. ഭരണി അവിടെ കണ്ടത് നമ്മുടെ അർജുനയല്ലേ? കിഷോർ പറഞ്ഞ കഥയിൽ അർജുൻ എന്നൊരാളില്ല. അർജുൻ ആ കഥയിൽ വരുന്നേ ഇല്ല. ഇതിപ്പോൾ പിന്നെയും ഒരുമാതിരി കൺഫ്യൂസ് ആയല്ലോ. കിഷോർ പറയുന്നത് വിശ്വസിക്കണോ, ഭരണി പറയുന്നത് വിശ്വസിക്കണോ? ഇപ്പോഴും പൂർണ്ണമായ ഒരു ക്ലാരിറ്റി വന്നിട്ടില്ല. പലരും പല കാര്യങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്നുണ്ട്. ഇപ്പം നിലവിൽ സൂര്യയെ കോൺടാക്ട് ചെയ്യാൻ ഇവർക്ക് യാതൊരു വഴിയുമില്ല. അവളുടെ കോൺടാക്ട് നമ്പർ ഇല്ല. അവൾ എവിടെയാണ് ജീവിക്കുന്നതെന്ന് കൃത്യമായ ഒരു ഐഡിയ ഇല്ല. കിഷോറിന് പോലും അറിയില്ല. എന്തായാലും സൂര്യയോട് ഒരു തവണ നേരിട്ട് സംസാരിക്കാതെ കേസ് ക്ലോസ് ചെയ്യത്തില്ലെന്ന് ആതിര തീരുമാനമെടുത്തു. അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞു പോകുന്നു. ഏതാണ്ട് 5-6 മാസം കഴിഞ്ഞ് ഒരു ദിവസം നമ്മുടെ ആതിരയ്ക്ക് ഒരു മെസ്സേജ്. സൂര്യയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അത് ഒരു പ്രൈവറ്റ് നമ്പറിൽ നിന്ന്. തൊട്ടടുത്ത ദിവസം പോണ്ടിച്ചേരി ചെല്ലുവാണെന്നുണ്ടെങ്കിൽ അവളെ മീറ്റ് ചെയ്യാവുന്നു. തുടർന്ന് നമ്മുടെ ആതിര തൊട്ടടുത്ത ദിവസം രാവിലെ സൂര്യയെ മീറ്റ് ചെയ്യാൻ പോണ്ടിച്ചേരിക്ക് പോകാൻ തുടങ്ങുമ്പോൾ അർജുൻ വരുന്നു. സൂര്യ കേസിൽ ഇവള് ഭയങ്കര ഒബ്സസ്ഡ് ആണല്ലോ. ഇപ്പോൾ പോലും അതിന്റെ പുറകെ പോവാണ്. സൂര്യയെ മീറ്റ് ചെയ്യാൻ പോകണമെന്ന് മനസ്സിലാക്കിയ അർജുനും പോണ്ടിച്ചേരി വരെ ഒറ്റയ്ക്ക് പോകണ്ട, ഇവനും കൂടെ ചെല്ലാന്ന് പറഞ്ഞ് രണ്ടുപേരും ഒരുമിച്ചാണ് പോകുന്നത്. ആതിര ഒറ്റയ്ക്ക് പൊക്കോളാവുന്നൊക്കെ പോകുന്ന പുള്ളിക്കാരി പറഞ്ഞെങ്കിലും അർജുൻ കേട്ടില്ല. അങ്ങനെ ഇരുവരും സൂര്യ പറഞ്ഞ ലൊക്കേഷനിലെത്തി. സൂര്യ കറക്റ്റ് അഡ്രസ് അയച്ചു കൊടുത്തു. ആതിരയും ആ ഒരു വീട്ടിലേക്ക് ചെല്ലുകയാണ്. വീട് തുറന്നിട്ടിരിക്കുമായിരുന്നു. അകത്ത് കയറി നോക്കിയപ്പോൾ ആരെയും കാണാനില്ല. ഇവളും വീട് മൊത്തം ഒന്ന് ചുറ്റിക്കറങ്ങി അതിന്റെ ബാക്ക് യാർഡിലോട്ട് ചെല്ലുമ്പോൾ നമ്മുടെ കിഷോറും പല്ലവിയും ഇവളുടെ കൂടെ കേസ് അന്വേഷിച്ച അഭിഷേക് എന്ന പോലീസുകാരനും ഒക്കെ അങ്ങോട്ട് വരുന്നു. അന്നേരമാണ് ആതിരയ്ക്ക് റിസീവ് ആയ ഒരു വാട്സാപ്പ് മെസ്സേജ് അവൾ നോക്കുന്നത്. മെസ്സേജ് അയച്ചിട്ടുള്ളത് ഭരണിയാണ്. അന്ന് സൂര്യയുടെ വീട്ടിൽ കണ്ട അവളുടെ രഹസ്യ കാമുകനെ അവൻ യൂട്യൂബിൽ കണ്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചിട്ടുണ്ട്. മറ്റാരുമല്ല, നമ്മുടെ അർജുൻ തന്നെ. ആതിര ആകെ ഞെട്ടിപ്പോയി. ഇതെന്തൊക്കെ ഇവിടെ സംഭവിക്കുന്നേ? ഇവരെല്ലാവരും കൂടെ ചേർന്നുള്ള പ്ലാൻ ആയിരുന്നു. ഇവന്റെ റിയൽ നെയിം അർജുൻ എന്നൊന്നുമല്ല. അർജുൻ എന്ന വേറൊരുത്തന്റെ ഐഡന്റിറ്റി യൂസ് ചെയ്ത് ഇത്ര നാൾ ഫേക്ക് ചെയ്ത് ജീവിക്കുമായിരുന്നു. ഇതെല്ലാം മനസ്സിലാക്കി പേടിച്ച് വിരണ്ടു നിന്ന് അർജുനും ആതിരയും തമ്മിൽ ചെറിയ കശപിശ ഉന്തും തള്ളുകയൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇതിനിടെ ആതിരയുടെ ഫോണും അർജുന്റെ കയ്യിലായി. ഇത്രയും നാൾ താൻ വിശ്വസിച്ച വ്യക്തി ഇങ്ങനെ ഒരുത്തനായിരുന്നു. അവൻ പറഞ്ഞൊക്കെ കള്ളമായിരുന്നു, ഒട്ടും ജെന്യൂൻ അല്ലായിരുന്നു. കള്ളത്തിന് മേൽ കള്ളം പറഞ്ഞ് തന്നെ പറ്റിക്കുമായിരുന്നു മനസ്സിലാക്കി അവൾ ഒരുമാതിരി അങ്ങ് പൊട്ടിത്തെറിച്ച് ഭയങ്കര ഇമോഷണൽ ആവുന്നുണ്ട്. ഉടനെ കിഷോർ ഇടയ്ക്ക് കയറി സംഭവിച്ച കാര്യങ്ങളൊക്കെ സത്യസന്ധമായി പറയുന്നു. സൂര്യ ഇപ്പൊ ജീവനോടെ ഇല്ല. അന്നൊരിക്കൽ സൂര്യ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിരുന്നല്ലോ. അന്ന് കിഷോർ അവളുടെ പ്രൊഫൈൽ
പ്രൊഫൈൽ ചെക്ക് ചെയ്തപ്പോൾ അവൾ മറ്റൊരാൾക്ക് മെസ്സേജ് അയക്കുന്നതൊക്കെ കണ്ടിരുന്നു. എന്നാൽ അതൊരു ആണിനല്ലായിരുന്നു, പെണ്ണിനായിരുന്നു. സൂര്യ ഒരു ആണിന്റെ ഫേക്ക് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് ഒരു പെണ്ണിന് നിരന്തരം മെസ്സേജ് അയച്ചുകൊണ്ടേയിരുന്നു. എന്തുകൊണ്ടാണ് അവൾ അങ്ങനെയൊക്കെ കാണിക്കുന്നതെന്നോ? വളരെ ചെറുപ്പം മുതലേ സൂര്യയ്ക്ക് ഫെമിനിൻ ക്വാളിറ്റീസ് ഒന്നും തന്നെ ഇല്ല. കാണാൻ പുള്ളിക്കാരി ഒരു പെണ്ണിനെ പോലാണെങ്കിലും ശരീരം പെണ്ണിൻ്റെതാണെങ്കിലും അവളുടെ ക്വാളിറ്റീസ് എല്ലാം ആണിൻ്റെതാണ്. ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ആണിനെ പോലെയാണ്, ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു ആണിനെ പോലെയാണ്, അവളുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഒക്കെ ഒരു മെയിലിന്റെ രീതിയിലാണ്. ചെറിയ പ്രായത്തിലൊക്കെ തനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ അവൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഈ അവസ്ഥയിലുള്ള അവൾക്ക് പീരീഡ്സ് ഉണ്ടാകുന്നു, ബോഡിയിൽ ഇനഫ് ടെസ്റ്റ് ഇല്ലെങ്കിലും മെയിൽ സ്വഭാവങ്ങളൊക്കെ കാണിക്കുന്നു, മറ്റ് പെൺകുട്ടികളെ പോലെ അല്ല താൻ എന്നുള്ളൊരു തോന്നൽ. അങ്ങനെ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് കോളേജിലെത്തിയ സമയത്താണ് അവൾ ഭരണിയെ പരിചയപ്പെടുന്നത്. അന്നൊരിക്കൽ അവന്റെ ഷർട്ട് എടുത്തിട്ട് അതിങ്ങനെ കെട്ടിപ്പിടിച്ച് നിന്നത് അവനോടുള്ള പ്രേമം കാരണമൊന്നുമല്ല. ആണുങ്ങൾ ധരിക്കുന്ന പോലത്തെ ഡ്രസ്സൊക്കെ ഇട്ട് അവരെ പോലെ ജീവിക്കണമെന്നുള്ള അവളുടെ ആ ഒരു അടങ്ങാത്ത ആഗ്രഹം കാരണമാണ്. ഭരണി സൂര്യയെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചതും അതേ തുടർന്നുണ്ടായ ഇഷ്യൂസ് ഒക്കെ കാരണം സൂര്യയുടെ വീട്ടിൽ അവളുടെ കല്യാണം പെട്ടെന്ന് നടത്താൻ തീരുമാനിച്ചു. സൂര്യ തന്റെ ഇഷ്ടങ്ങളൊക്കെ ഇങ്ങനെയാണ്, തനിക്ക് കല്യാണത്തിലൊന്നും താല്പര്യമില്ലെന്ന് അവളുടെ അമ്മയോട് പറഞ്ഞെങ്കിലും ഇപ്പോഴും അന്ധകാലത്തിൽ അഭിമാനത്തോടെ ജീവിക്കുന്ന അവർക്ക് ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? അച്ഛനും അമ്മയും സൂര്യ ഒരുപാട് തല്ലി ഉപദ്രവിച്ച് അവളുടെ സമ്മതം കൂടാതെ അവളുടെ കല്യാണം നടത്തുമായിരുന്നു. അഭിമാനികൾ കാരണം സൂര്യയുടെ ജീവിതവും ഒരു വഴിക്കായി. പാവം ഡോക്ടർ കിഷോറിന്റെ ജീവിതവും ഒരു സൈഡായി. പിന്നെ കിഷോർ അല്പം ബോധവും വിവരമൊക്കെ ഉള്ള വ്യക്തി ആയതുകൊണ്ട് ഇവളുടെ വീട്ടുകാർക്ക് പറ്റാത്ത കാര്യം ഇവൾക്ക് ചെയ്തു കൊടുക്കാൻ അവന് സാധിച്ചു. ഇവളെ മനസ്സിലാക്കി, ഇവളുടെ ആഗ്രഹങ്ങളൊക്കെ മനസ്സിലാക്കി. ഇങ്ങനെയുള്ളവർക്ക് സർജറി ചെയ്ത് പൂർണ്ണമായും ആണായി മാറാൻ പറ്റും, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു കൊടുത്തു. കിഷോർ ഓൾറെഡി ഒരു കള്ളക്കഥ പറഞ്ഞു കൊടുത്തത് കൊണ്ട് ആതിരയ്ക്ക് ഇപ്പം ഇതൊന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ തോന്നുന്നില്ല. അപ്പം നമ്മുടെ അർജുൻ ആതിരയുടെ ഫോണ് അവന്റെ ഫിംഗർ പ്രിന്റ് യൂസ് ചെയ്ത് അൺലോക്ക് ചെയ്യും. കാര്യം പിടികിട്ടുന്നുണ്ടല്ലോ, സൂര്യ തന്നെയാണ് ഈ അർജുൻ. സൂര്യ സർജറിയിലൂടെ ആണായി മാറി. വളരെ ചെറുപ്പം മുതലേ സൂര്യയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നല്ലോ ആതിര. മറ്റു പെൺകുട്ടികളോടൊന്നും സംസാരിക്കാനും അവരുടെ രീതികളോട് പൊരുത്തപ്പെടാനും ഇവൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും ആതിരയോട് അങ്ങനെ ആയിരുന്നില്ല. ചെറിയ പ്രായം മുതലേ ഇവൾക്ക് അല്ലെങ്കിൽ ഇവന് ആതിരയെ ഇഷ്ടമായിരുന്നു. ഒരിക്കൽ ഇവളുടെ ബർത്ത്ഡേ ഫംഗ്ഷനിൽ വെച്ച് നമ്മുടെ ആതിര സൂര്യയ്ക്ക് ഒരു ഉമ്മ കൊടുത്തു. ആതിര തന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെയാണ് കിസ് ചെയ്തെങ്കിലും സൂര്യയ്ക്ക് അത് അങ്ങനെ ആയിരുന്നില്ലല്ലോ. ഭ്രാന്ത് പിടിച്ച പോലെ പ്രണയിക്കാൻ തുടങ്ങി. അന്നു മുതൽ ആതിരയെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാൻ തുടങ്ങി. സൂര്യയുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് അവളൊരു ആണിന്റെ പേരിൽ ഫേസ്ബുക്ക് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് ഒരു പെണ്ണിന് മെസ്സേജ് അയക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. മെസ്സേജ് അയച്ചിരുന്നത് നമ്മുടെ ആതിരയ്ക്കാണ്. ആതിര അതൊന്നും വലിയ കാര്യമായിട്ട് എടുത്തില്ല. അവൾക്ക് ഇതുപോലെ ഒരുപാട് മെസ്സേജ് വരുന്നുണ്ടാവും, തിരക്കുള്ള ജോലി കാര്യങ്ങളൊക്കെ അല്ലേ. ഇതിനിടയിൽ മെസ്സേജ് നോക്കിയിരിക്കാൻ എവിടെയാണ് സമയം? സൂര്യയുടെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി ഡോക്ടർ കിഷോർ ഇങ്ങനെ ഒരു സർജറി ഉണ്ടെന്നും ഇവൾക്ക് ആണായി മാറാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളൊക്കെ അവൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവൻ തന്നെ മുൻകൈ എടുത്ത് ആവശ്യത്തിന് ടെസ്റ്റ് കുത്തിവെച്ച് ഹോർമോൺ ഇഞ്ചക്ഷൻസ് ഒക്കെ എടുത്ത് പതിയെ സൂര്യയെ ആണാക്കി മാറ്റുന്നു. സർജറിയിലൂടെ സൂര്യയെ ആണാക്കി മാറ്റി. അങ്ങനെ നമ്മുടെ സൂര്യ അർജുനായി മാറിയെങ്കിലും ഇപ്പോഴും അവൻ ആതിരയെ ഇഷ്ടമാണ്. ആതിരയെ വിവാഹം ചെയ്യണമെന്നാണ് അവൻ ആഗ്രഹിക്കുന്നത്. തുടർന്നാണ് നമ്മുടെ കിഷോർ പോലീസുകാരൻ അഭിഷേകിന്റെ ഒക്കെ സഹായത്തോടെ ആതിരയും അർജുനും പരിചയപ്പെടാനും അവരിഷ്ടത്തിലാവാനും ഒക്കെയുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നത്. എല്ലാ കാര്യങ്ങളും വിശദമായി ആതിരയ്ക്ക് പറഞ്ഞു കൊടുത്തു. ഇവളോടുള്ള ഇഷ്ടം കാരണം, ഇവളുടെ കൂടെ ജീവിക്കണമെന്നുള്ള ആഗ്രഹം കാരണമാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ സ്വാഭാവികമായിട്ടും അവൾക്കത് ആദ്യം അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. എന്താണിത്, തന്റെ ഉറ്റ സുഹൃത്ത് ആണായി മാറി തന്നെ കെട്ടാൻ വന്നിരിക്കുന്ന? ആതിരയ്ക്ക് ഒരുമാതിരി കിളി പോവല്ലോ ഇതൊക്കെ കേൾക്കുമ്പോൾ. കൂടുതലൊന്നും പറയാതെ ആതിര അവിടെ തിരിച്ചുപോയി. തിരിച്ച് വീട്ടിൽ ചെന്ന് ഭയങ്കര സങ്കടപ്പെട്ട അലറ് വിളിച്ച് ആതിര പൊട്ടിക്കരയും. കണ്ടു നിൽക്കാൻ പറ്റില്ല. സത്യം പറയാലോ, ഭയങ്കരമായിട്ട് വിഷമമടിക്കും. ഒരാൾ അങ്ങനെ അത്രയും ഹാർട്ട് ബ്രേക്ക് ആയിട്ട് പൊട്ടിക്കരയുമ്പോഴേ നമുക്കത് ഭയങ്കരമായിട്ട് കുത്തിക്കൊള്ളും. സൂര്യയുടെ സ്ട്രഗിൾസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു, അതും വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. എന്നാലും ആതിരയുടെ ഈ അലറ് വിളിച്ചുള്ള പൊട്ടിക്കരച്ചിൽ ഒട്ടും കണ്ടിരിക്കാൻ തോന്നുന്നില്ല. പിന്നീട് അങ്ങോട്ടുള്ള കുറച്ച് മാസങ്ങളോളം ആതിര ഒരുമാതിരി ഡിപ്രഷനിലായിരുന്നു. അർജുൻ ഒരുപാട് തവണ അവളെ കോൺടാക്ട് ചെയ്യാനും വിളിച്ച് സംസാരിക്കാനും ഒക്കെ ശ്രമിച്ചെങ്കിലും അവൾ ഒന്നിനും റെസ്പോണ്ട് ചെയ്തില്ല. പോകെ ഒരിക്കൽ ആതിര അർജുന്റെ കോൾ അറ്റൻഡ് ചെയ്തു. അപ്പോഴും അവൾക്ക് ആ ഒരു വിഷമത്തിൽ നിന്നും പുറത്തു വരാൻ സാധിച്ചിട്ടില്ല. ഭയങ്കര വിഷമത്തിൽ അലറി വിളിച്ച് കരഞ്ഞ് അവളുടെ ബുദ്ധിമുട്ടൊക്കെ പറയുമ്പോൾ അർജുൻ അങ്ങനെയെങ്കിൽ അടുത്ത 1 വർഷം മുഴുവൻ സമയമെടുത്തു. 1 വർഷം കഴിഞ്ഞ് വീണ്ടും മീറ്റ് ചെയ്യാം. എത്ര നാൾ വേണേലും ഇവൾക്ക് വേണ്ടി അവൻ വെയിറ്റ് ചെയ്യാം. 1 വർഷം കഴിയുമ്പോഴെങ്കിലും അവനോട് ആ ഒരു ഇഷ്ടം തോന്നുന്നുണ്ടെങ്കിൽ അവന്റെ കൂടെ ജീവിക്കാൻ സമ്മതമാണെങ്കിൽ പറയാൻ പറഞ്ഞു. അങ്ങനെ 1 വർഷം കഴിഞ്ഞു പോകുന്നു. ആതിര വീണ്ടും അർജുനെ മീറ്റ് ചെയ്തു. അവളുടെ തീരുമാനം എന്താവോന്നറിയില്ല. എന്താണെങ്കിലും അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായാണ് അവൻ നിൽക്കുന്നത്. എല്ലാ വ്യക്തിക്കും ഈ ഒരു പോയിന്റിൽ മനസ്സറിഞ്ഞ് തീരുമാനമെടുക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട്. ആതിരയും അവളുടെ തീരുമാനം പറയട്ടെ. അവളുടെ തീരുമാനം എന്തു തന്നെയാണെങ്കിലും നമ്മളിൽ ഒരുപാട് പേര് മാറാനുണ്ട്. അർജുനെ പോലെയുള്ളവരെ അക്സെപ്റ്റ് ചെയ്യാത്ത, മറ്റ് ജെൻഡർ കാറ്റഗറീസിലുള്ളവരെ അക്സെപ്റ്റ് ചെയ്യാത്ത ഒരു വലിയ ജനസമൂഹം ഇവിടെയുണ്ട്. ഇതെന്തോ വലിയൊരു ആൽഫാ തിങ്ങാണ്, ഇവിടെ 2 ജെൻഡറേ ഉള്ളൂ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഇന്നയാൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ഇങ്ങനെയാണ്, ആരെങ്കിലും എവിടെയെങ്കിലും ഏതെങ്കിലുമൊക്കെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ കോട്ട് ചെയ്ത് ഇതൊക്കെ മനോരോഗമാണെന്ന് പറഞ്ഞു പരത്തുന്ന ആറ്റിറ്റ്യൂഡ് മാറ്റണം. അവരും മനുഷ്യരാണ്, മനുഷ്യരായി തന്നെ അവരെ അക്സെപ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് സിനിമ അവസാനിക്കുന്നത്. വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് തന്നെയാണ്, ഡിസ്കസ് ചെയ്യപ്പെടേണ്ട ടോപ്പിക്ക് തന്നെയാണ്. കാതൽ പോലെയുള്ള സിനിമകളൊക്കെ ഇറങ്ങുമ്പോൾ ഇതൊന്നും ഇനി ഡിസ്കസ് ചെയ്യേണ്ട മാറ്ററേ അല്ലെന്ന് പറയുന്ന സോ കോൾഡ് റിവ്യൂവേഴ്സ് ഉള്ള ഈ നാട്ടിൽ എത്ര പേർക്ക് ഇത് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ആണാണെങ്കിൽ ഏത് സിറ്റുവേഷനെ ഫേസ് ചെയ്യാനുള്ള കോൺഫിഡൻസും ധൈര്യവും അവൻ്റെ ആ ഒരു മസ്കുലിൻ എനർജി അവൻ ഉണ്ടാവണം. പെണ്ണാണെങ്കിൽ ഫെമിനിൻ എനർജി ഉണ്ടാവണം എന്നും പറഞ്ഞ് ഇത് രണ്ടും മാത്രമേ ഇവിടെ പറ്റുള്ളൂ, ബാക്കിയുള്ള ഒരു മനുഷ്യരല്ല എന്ന് പറയുന്ന ആ ഒരു പരിപാടി അത് ശരിയല്ല. അത് ഏത് നൂറ്റാണ്ടിലെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യുന്ന റൈറ്റ് പൊളിറ്റിക്സ് ആണെങ്കിലും വലതുപക്ഷ പൊളിറ്റിക്സ് ആണെങ്കിലും അത് ശരിയല്ല. വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയാനും ഡിസ്കസ് ചെയ്യാനും ഒക്കെ
കമന്റ് ബോക്സ് ഓപ്പൺ ആണ്. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അവിടെ കമന്റ് ചെയ്യാം. ഇതിനെപ്പറ്റി കാര്യമായി ബോധമില്ലാതെ പാർട്ടിയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രൊപ്പഗണ്ട ബേസ്ഡ് ക്ലാസ്സും കേട്ട് അങ്ങനെ കിട്ടിയ അറിവും കൊണ്ടൊക്കെ നടക്കുന്നവരോട് ഇതിനെപ്പറ്റി പഠിക്കുക എന്നുള്ളതേ പറയാനുള്ളൂ. റൈറ്റ് വിംഗ് പൊളിറ്റിക്സിന്റെ ആയുധം എപ്പോഴും ജനങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന അവരുടെ വികാരമാണ്. അവരുടെ പാരമ്പര്യവും കൾച്ചറും മതവും ജാതിയും ഒക്കെ തന്നെയാണ് അവർ ഉയർത്തി കാണിക്കുന്നത്. അത് പൂർണ്ണമായും തെറ്റാണെന്നൊന്നും പറയാനില്ല. എന്നാലും ഈ ഒരു പൊളിറ്റിക്സ് ഉപയോഗിച്ച് മറ്റൊരു വിഭാഗത്തെ തളർത്താനും മറ്റൊരു വിഭാഗത്തെ ഇല്ലാതാക്കാനും ശ്രമിക്കുന്നത് അത് ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് തെറ്റാണ്, തീർച്ചയായും തെറ്റാണ്. നമുക്കറിയാം ഫോഴ്സ്ഫുള്ളി മറ്റൊരാളെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നതൊക്കെ ഭയങ്കര അല്പത്തരമാണ്. പിന്നെ ആതിരയുടെ തീരുമാനം എന്താണെന്ന് സിനിമയിൽ പറയുന്നില്ല. അതെന്തു ആയിക്കോട്ടെ, അക്സെപ്റ്റ് ചെയ്യാനും റിജക്ട് ചെയ്യാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അവൾക്കുണ്ടല്ലോ. അർജുന്റെ മസ്കുലിൻ എനർജി അവൾക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണല്ലോ അവൾ അവനെ തന്നെ തുടക്കത്തിൽ ചൂസ് ചെയ്യാൻ കാരണം. എന്ത് കരുതുന്നു? അവൾ അവനെ ചൂസ് ചെയ്യണോ അതോ വേണ്ടയോ? നന്നായിട്ട് ആലോചിച്ച് കമന്റ് ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. വാലിഡ് പോയിന്റ്സ് ഒക്കെ പറയാനുണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യുക, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇങ്ങനെയുള്ള കൂടുതൽ സിനിമകളുടെ കഥകൾ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.